എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ ദേവാലയങ്ങൾക്കും, അത് ഹിന്ദു ക്ഷേത്രങ്ങളെന്ന് മാത്രമല്ല ക്രിസ്തുമത ദേവാലയങ്ങൾക്കും ഇസ്ലാം മത ദേവാലയങ്ങൾക്കും അതിൻ്റെതായ ആചാരങ്ങളുണ്ട്. അതനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ അങ്ങോട്ട് പോകണ്ട. ഇപ്പം ഞാനൊരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഷർട്ട് അഴിച്ചാലേ കയറാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ അത് അഴിക്കാൻ ഞാൻ സന്നദ്ധനാണെങ്കിൽ അവിടെ പോയാൽ മതി. അവിടെ പോയി വഴക്കുണ്ടാക്കാൻ പോകണ്ട. നമസ്കാരം. ക്ഷേത്രാചാര വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ അഭിപ്രായങ്ങളോട് പരസ്യമായി വിയോജിക്കുകയായിരുന്നു പിണറായി മന്ത്രിസഭയിലെ അംഗവും ഇടതുമുന്നണി ഘടകകക്ഷി നേതാവുമായ കെ.ബി. ഗണേഷ് കുമാർ. ശിവഗിരി മഠത്തെയും മുഖ്യമന്ത്രിയെയും വിമർശിച്ച് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ അതേ സ്വരത്തിലായിരുന്നു ഗണേഷ് കുമാറിന്റെയും പ്രതികരണം. ഫലത്തിൽ ആചാര വിഷയത്തിൽ പിണറായിയെ ശക്തമായി വിമർശിച്ച കോൺഗ്രസിനോട് കക്ഷി ചേരുന്ന സമീപനമായി ഗണേഷ് കുമാറിൻ്റേത്. ഈ സനാതനധർമ്മം എന്ന് പറയുന്ന നമ്മുടെ സാംസ്കാരിക പൈതൃകത്തെ സംഘപരിവാറിൻ്റെ പറമ്പിൽ കൊണ്ടുപോയി കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഗൂഢനീക്കവുമാണ്. ഇത് അവർക്ക് വിട്ടുകൊടുക്കുകയാണ്. ഇത് നമ്മുടെ കൾച്ചറൽ ലെഗസിയാണ്. ഇപ്പോൾ കാലം മാറിയനുസരിച്ച് പരിഷ്കാരങ്ങൾ വരുത്താൻ ഇപ്പോൾ ഷർട്ട് ഇട്ട് കയറണം എന്ന് പറയുന്നതിൽ നാളെ ചില പാൻറ് ഇട്ട് കയറണം എന്ന് പറയും. പിന്നെ തൊഴുകൽ പഴയ രീതിയാണ്, അതുകൊണ്ട് ഹായ് എന്ന് പറയുമോ ആരെങ്കിലും അമ്പലത്തിൽ പോയിട്ട്? അപ്പോൾ അമ്പലത്തിൻ്റെ ഒഴുക്കി വിടുക. SNDP NSS പിന്തുണ ഉറപ്പാക്കി സമസ്തയുടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് രമേശ് ചെന്നിത്തല നടത്തുന്ന നീക്കങ്ങൾ ചർച്ചയാകുന്നതിനിടെയാണ് മറ്റൊരു NSS പുത്രന്റെ ഈ അഭിപ്രായ പ്രകടനങ്ങൾ. എൻകൗണ്ടർ പ്രൈം എന്നീ വിഷയം ചർച്ച ചെയ്യുകയാണ്. പിണറായി വിജയനെ കെ.ബി. ഗണേഷ് കുമാർ തിരുത്തുകയാണോ? രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ശ്രീജിത്ത് പണിക്കർ, കോൺഗ്രസിലെ ശ്രീ ജിൻഡോ ജോൺ, മുതിർന്ന മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ A. സജീവൻ, ഇടത് സഹയാത്രികൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ എന്നിവരാണ് ഈ എൻകൗണ്ടർ പ്രൈമിൽ നമ്മുടെ അതിഥികളായി ഒപ്പമുള്ളത്. ശ്രീജിത്ത് പണിക്കർ, ഈ സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങൾ വിവാദമായതും അതിനൊരു രാഷ്ട്രീയ സ്വഭാവം സംഘപരിവാർ സംഘടനകൾ ഏറ്റെടുത്തോടെ കൈവരിച്ചതും ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. അതിന് ഇപ്പോൾ ഈ ഘട്ടത്തിൽ, അതായത് ക്ഷേത്രത്തിലെ ആചാരങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളിൽ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ, അതിന് പരസ്യമായി കെ.ബി. ഗണേഷ് കുമാർ മറുപടി പറഞ്ഞതിനെ താങ്കൾ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്? കെ.ബി. ഗണേഷ് കുമാറിൻ്റെ വാക്കുകൾക്ക്, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്ക് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശങ്ങളുടെ അതേ സ്വഭാവമാണല്ലോ ഉള്ളത്. അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയം കാണേണ്ടതുണ്ടോ? താങ്കൾ അങ്ങനെ നിരീക്ഷിക്കുമോ? ശ്രീ ഗോപികൃഷ്ണൻ, ഹിന്ദുക്കളുടെ ആചാരങ്ങളുമായിട്ടോ അല്ലെങ്കിൽ മതവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ, വിശ്വാസവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെയോ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെയോ മാത്രം ഉത്തരവാദിത്തമായി ചിത്രീകരിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല എന്നുള്ള അഭിപ്രായമുള്ളയാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഈ ഒരു അഭിപ്രായം പ്രകടിപ്പിക്കുമ്പോൾ അത് ഗുരുദേവൻ സനാതനധർമ്മത്തിൻ്റെ വക്താവും പ്രയോക്താവുമായിരുന്നു എന്ന വിഷയത്തിലാണെങ്കിലും, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഷർട്ട് അഴിച്ചിട്ട് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ദർശനം നടത്തുക എന്നുള്ള ആചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ വരുമ്പോൾ അതിനെ അങ്ങനെ ഒരു പാളയത്തിലേക്ക് കൊണ്ടുപോകേണ്ടതിൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ കരുതുന്നു. ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ഉള്ള പ്രധാനപ്പെട്ട രണ്ട് കക്ഷികളായിട്ടുള്ള കോൺഗ്രസിൻ്റെയും BJPയുടെയും ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന പ്രതികരണവും സമാന സ്വഭാവത്തിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയതരമായിട്ട് ഒരുപക്ഷെ നേരത്തെ ശ്രീ രമേശ് ചെന്നിത്തലയാണെങ്കിലും അല്ലെങ്കിൽ ശ്രീ കെ.ബി. ഗണേഷ് കുമാർ ആണെങ്കിലും ശ്രീ K. മുരളീധരനാണെങ്കിലും ഒക്കെ തന്നെ പറഞ്ഞിരിക്കുന്ന മതത്തിനെ അതിൻ്റെ വഴിക്ക് വിടുക, ആചാരത്തിനെ അതിൻ്റെ വഴിക്ക് വിടുക എന്ന രീതിയിലത്തേക്കുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒന്നാമത്തെ കാര്യം, ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഏതെങ്കിലും ഒരു പൂജാ പദ്ധതികളാണെങ്കിലും ആചാര സമ്പ്രദായങ്ങളാണെങ്കിലും അത് തീരുമാനിക്കേണ്ടത് ഇപ്പോൾ അഭിപ്രായം പറഞ്ഞിരിക്കുന്ന ആൾക്കാരല്ല എന്നുള്ളത് വ്യക്തമാണ്. രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഒരു സന്യാസ സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തിയോ ഒന്നും തന്നെയല്ല അതിൽ അഭിപ്രായം പറയേണ്ടത്. അതുകൊണ്ടാണ് മറ്റുള്ള ആൾക്കാർ അതിൽ പ്രതികരിക്കേണ്ടി വന്നത്. അപ്പോൾ ഈ ഒരു വിഷയം സമൂഹത്തിലേക്ക് കൊണ്ടുവന്നിരുന്ന സാഹചര്യം എന്താണ് എന്നറിയാം. പിന്നീട് അതിൽ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളാണെങ്കിലും NSSൻ്റെ ശ്രീ ജി സുകുമാരൻ നായരാണെങ്കിലും ഒക്കെ പ്രതികരിക്കേണ്ടി വന്നത് അവരെ അതിനു വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്തത് കൊണ്ടാണ്. ശ്രീ ഗണേഷ് കുമാറിൻ്റെ മാത്രം അഭിപ്രായത്തിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ദേവസ്വം മന്ത്രിയായ ശ്രീ VN വാസവൻ പറയേണ്ട കാര്യമാണ് ശ്രീ ഗണേഷ് കുമാർ പറഞ്ഞത് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഒരു ക്ഷേത്രത്തിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ആചാരങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ നിർവഹണത്തിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ടും അത് നോക്കേണ്ടുന്ന ആൾക്കാർ നോക്കുക, അവരഭിപ്രായം പറയുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പക്ഷെ അങ്ങനെയുള്ള അഭിപ്രായം അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്
നിയമപരമായിട്ട് തന്നെ ചുമതലയുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതിരിക്കുമ്പോൾ അത് മറ്റുള്ള ആൾക്കാർ സ്വാഭാവികമായിട്ടും പറയും. ഇപ്പോൾ ഇതിൽ അഭിപ്രായം പറഞ്ഞിരിക്കുന്ന ആൾക്കാരിൽ ശ്രീ മുരളീധരൻ ആയിക്കോട്ടെ, അദ്ദേഹം ഈശ്വരവിശ്വാസിയാണ്. ശ്രീ ചെന്നിത്തല ആയിക്കോട്ടെ ഈശ്വരവിശ്വാസിയാണ്. ശ്രീ ഗണേഷ് ആയിക്കോട്ടെ ഈശ്വരവിശ്വാസിയാണ്. ഇനി അതൊന്നുമല്ല എങ്കിൽ പോലും മറ്റുള്ള ആൾക്കാർക്കാണെങ്കിലും ഒരു ആചാരത്തിനെയോ അല്ലെങ്കിൽ ഇതിൻ്റെ വിശ്വാസത്തിനെയോ അതിൻ്റെ വഴിക്ക് വിടുക എന്ന് പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകേണ്ടുന്ന കാര്യമില്ല. ഞാൻ പറയുന്നത് നമ്മളൊരു ആചാരം ഒരു തെറ്റായ രീതിയിലത്തേക്കുള്ള ഒരു സമ്പ്രദായമാണ് നിലനിൽക്കുന്നത് എങ്കിൽ അതിനെ തിരുത്തണം എന്ന് പറയുന്നതിൽ യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല. അങ്ങനെ പരിഷ്കരണത്തിനും മനനത്തിനും ഒക്കെ തന്നെ വിധേയമായിട്ടുള്ള മതങ്ങളും പിന്നെ ആചാര പദ്ധതികളും ഒക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ മാത്രമാണെന്ന് ഞാൻ കരുതുന്നുമില്ല. പല മതവിഭാഗങ്ങളിലുമുള്ള പല കാര്യങ്ങളും കാലോചിതമായിട്ടുള്ള പരിഷ്കാരത്തിന് വിധേയമായിട്ടുമുണ്ട്. പക്ഷെ അതിൽ ആരാണ് അഭിപ്രായം പറയേണ്ടത്, എന്ത് തരത്തിലുള്ള സാമൂഹ്യ അനീതിയാണ് അതിലുള്ളത് എന്നുള്ളതാണ് പറയേണ്ടത്. അതായത് ഒരു കാര്യത്തിനെ മാറ്റുമ്പോൾ അല്ലെങ്കിൽ അത് പ്രാകൃതമാണ് എന്ന് പറയുമ്പോൾ എന്താണ് അതിലുള്ള പ്രാകൃതമായിട്ട് നിങ്ങൾ കാണുന്നത് എന്നുള്ളത് പ്രശ്നമാണ്. അവിടെയാണ് ഒരുപക്ഷെ ശ്രീ കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് പോലെ തൊഴുക എന്ന് പറയുന്നത് ഒരുപക്ഷെ പഴയ സമ്പ്രദായമാണ്. അങ്ങനെയാണെങ്കിൽ ക്ഷേത്രത്തിൽ പ്രവേശിച്ചിട്ട് വിഗ്രഹത്തിനെ നോക്കിയിട്ട് ഹായ് എന്ന് പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഷർട്ട് ധരിച്ച് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള ഒരു അവകാശം ആൾക്കാർക്ക് കിട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ നവോത്ഥാനമെന്നും അല്ലെങ്കിൽ അതാണ് ഇന്നത്തെ കാലത്ത് നടത്താൻ പറ്റുന്ന ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കരണം അല്ലെങ്കിൽ വിപ്ലവം എന്നൊക്കെ കരുതുന്നത് തെറ്റാണ്. കാരണം ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളിൽ നിന്ന് ഞാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ എനിക്കുണ്ട്. ഒന്നാമത്തെ കാര്യം, താങ്കൾ പറഞ്ഞു ഹിന്ദു വിശ്വാസികളുടെ ഈ മതാചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ അത് മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയത്തിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്കോ കക്ഷിയിലേക്കോ ഒന്നും കൊണ്ടുപോയി കെട്ടേണ്ടതില്ല എന്നാണല്ലോ താങ്കളുടെ അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഈ പിണറായി വിജയൻ നടത്തിയ പരാമർശങ്ങളോട് പ്രതികരിക്കുന്ന ഘട്ടത്തിൽ NSS ജനറൽ സെക്രട്ടറിയും അല്ലെങ്കിൽ അതിനുശേഷം വന്ന മറ്റു പല പ്രതികരണങ്ങളിലും ഇതര മതവിശ്വാസങ്ങളുടെ ആചാരങ്ങളിന്മേൽ അഭിപ്രായം പറയാനുള്ള ധൈര്യമുണ്ടോ എന്ന് താരതമ്യം ചെയ്തുകൊണ്ടാണ് ഈ ഹിന്ദു വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പിണറായി വിജയൻ നടത്തിയ പരാമർശങ്ങളോട് പ്രതികരണമുണ്ടായത്. അതിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ. കാരണം ബോഡി വേസ്റ്റ് ആരും ആരാധിക്കാറില്ല എന്ന് പിണറായി വിജയൻ ഇതിനു മുൻപ് നടത്തിയ പരാമർശങ്ങൾ നമ്മുടെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ലല്ലോ. അപ്പോൾ അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ സ്വഭാവം അല്ലെങ്കിൽ അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ താല്പര്യമുണ്ട് എന്ന് സംശയിച്ചുകൊണ്ടായിരിക്കണമല്ലോ ആ വാദം ഉയർത്തി പ്രതിരോധിക്കാൻ ശ്രമിച്ചത്. അതിന് പിന്തുണ നൽകുന്ന ഒന്നല്ലേ KB ഗണേഷ് കുമാർ ഇന്ന് നടത്തിയ പരാമർശം? നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ വേണമെന്ന് വെച്ചിട്ടോ അറിയാതെയോ അതിന് കോൺഗ്രസ് നിലപാടുകളോട് വല്ലാതെ സമാനത തോന്നുന്നു. അതുകൊണ്ടാണ് അതിൽ രാഷ്ട്രീയമുണ്ടോ എന്ന് ഞാൻ പരിശോധിക്കാൻ തുനിഞ്ഞത്. രണ്ടാമത്തെ കാര്യം, താങ്കൾ പറഞ്ഞത് ഈ പിണറായി ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു, അതായത് വിശ്വാസ പ്രമാണങ്ങളിലെ ആചാരങ്ങളിലെ മാറ്റങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ അവർ തീരുമാനിക്കട്ടെ, അതായത് വിശ്വാസി സമൂഹം തീരുമാനിക്കട്ടെ എന്ന നിലപാട്, അല്ലെങ്കിൽ തന്ത്രി കുടുംബമോ ഈ ആചാരങ്ങളിൽ അവസാന വാക്കായിട്ട് ആരാണോ അവർ തീരുമാനിക്കട്ടെ എന്ന് താങ്കൾ പറയുമ്പോൾ പിണറായി വിജയൻ പറഞ്ഞത് ഒരു മികച്ച സാമൂഹിക ഇടപെടലായിരിക്കും ക്ഷേത്രങ്ങളിൽ പുരുഷന്മാർ മേൽവസ്ത്രം ഊരണം എന്ന നിബന്ധന മാറ്റുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സാമൂഹിക പരിഷ്കരണത്തിൻ്റെ കാലോചിതമായ മാറ്റത്തിൻ്റെ ഭാഗം എന്ന നിലയിലാണ് അദ്ദേഹം അത് അവതരിപ്പിച്ചത്. നമുക്കറിയാം, ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കോടതി വിധി നടപ്പാക്കുകയാണ് എന്ന് പറയുമ്പോഴും അതിനൊരു പുരോഗമന സ്വഭാവമുണ്ട്. കാരണം ജെൻഡർ ഇക്വാളിറ്റി അവിടെ നടപ്പാക്കണം എന്ന ഒരു നവീന ആശയം കൂടി ഇടതുപക്ഷം അല്ലെങ്കിൽ CPM മുന്നോട്ട് വെച്ചിരുന്നു. അങ്ങനെ കൂടിയാണ് ഈ സർക്കാർ അത്തരമൊരു നിലപാടെടുത്തത്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ഇതിൽ പിന്നിൽ ഒരു രാഷ്ട്രീയം കാണുന്നതിൽ അനൗചിത്യമുണ്ടോ ശ്രീജിത്ത്? അല്ല, ഇതിന് പിന്നിൽ രാഷ്ട്രീയം കാണുന്നതിൽ അനൗചിത്യമില്ല, രാഷ്ട്രീയമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഞാൻ പറയുന്നത് അതിനെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട്, അതായത് ഇപ്പോൾ സംഘപരിവാറിൻ്റെ ഒരു ആശയ പ്രചരണത്തിൻ്റെ ഭാഗമായി അതിനെ ഡിഫെൻഡ് ചെയ്യുന്നു എന്ന രീതിയിലത്തേക്ക് കാണേണ്ടതില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ മുഖ്യമന്ത്രിയാണ് ഇത് ആരംഭിച്ചത്. അത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അവസരത്തിലാണ് അദ്ദേഹം ആരംഭിച്ചത്. അദ്ദേഹം പറയുന്ന കാഴ്ചപ്പാടിനെ എൻഡോഴ്സ് ചെയ്യുന്ന തരത്തിലേക്കുള്ള പ്രസ്താവനകൾ പല ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു. ഞാൻ കരുതുന്നത് അതിന് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് തന്നെയാണ്. കാരണം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണെങ്കിലും പിന്നീട് നടന്നിരിക്കുന്ന നിരവധി 3 ഉപതെരഞ്ഞെടുപ്പുകളുടെ ഭാഗമായിട്ടാണെങ്കിലും ഈഴവ വിഭാഗത്തിൻ്റെ വോട്ട് കാര്യമായിട്ട് CPMൽ നിന്ന് അകലുന്നുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ഒരു റീഡിംഗ് നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയ നിരീക്ഷകരായിക്കോട്ടെ മാധ്യമങ്ങളായിക്കോട്ടെ പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചതാണ്. ഈ കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ധാരണ CPMനുമുണ്ട്. അപ്പോൾ സനാതനധർമ്മം എന്ന് പറയുന്ന ഒരു ലാർജർ കോണ്ടെക്സ്റ്റിലേക്ക് ഈഴവ വിഭാഗത്തിനെ കൂടി ചേർത്ത് വെക്കുകയോ ശ്രീനാരായണ ഗുരുദേവനെ അതിലേക്ക് ചേർത്ത് വെക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ഒന്നിച്ചു പോകാനുള്ള ഒരു ഊർജം ഒരുപക്ഷെ ആൾക്കാർക്ക് നൽകുമെന്നുള്ള കൃത്യമായ രാഷ്ട്രീയ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വിഭിന്നമായി തന്നെ നിലനിൽക്കേണ്ട കാര്യമാണ് എന്നും നിങ്ങളെ അവർ സനാതനധർമ്മത്തിൻ്റെ ഭാഗമായിട്ട് കരുതിയിട്ടില്ല എന്നും നിങ്ങളുടെ ആത്മീയ ആചാര്യൻ സനാതനധർമ്മത്തിൻ്റെ വക്താവോ പ്രയോക്താവോ ആയിരുന്നില്ല എന്ന രീതിയിലത്തേക്കുള്ള അനവസരത്തിലുള്ള ഒരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെ
ഭാഗത്തു നിന്നുണ്ടായത്. പിന്നീട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പ്രാകൃതമായിട്ടുള്ള ഒരു രീതിയാണെന്നോ കാലോചിതമല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹം ഷർട്ട് ധരിച്ചിട്ടാണോ പോയിക്കൊണ്ടിരുന്നത്? ആയിരുന്നില്ലല്ലോ. അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ചിത്രങ്ങളിൽ നമ്മൾ അദ്ദേഹം ഷർട്ട് ധരിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? എന്ന് വെച്ചാൽ അദ്ദേഹം പ്രാകൃതനായിരുന്നു എന്നൊരർത്ഥം അതിനുണ്ടോ? ഇല്ല. അന്നത്തെ കാലത്ത് ഷർട്ട് ഇല്ലായിരുന്നു എന്ന് പറയാൻ കഴിയില്ല. കാരണം മഹാകവി കുമാരനാശാൻ ഫുൾ സ്ലീവ് ഷർട്ട് ധരിച്ചുകൊണ്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്, ആണല്ലോ. അതേപോലെ തന്നെ ഇന്ന് ഈ അഭിപ്രായം പറയുന്ന ആൾക്കാർ, ക്ഷേത്രത്തിനുള്ളിൽ ഷർട്ട് ഇട്ടുകൊണ്ട് പ്രവേശിക്കണമെന്ന് പറയുന്ന ഈ പല സന്യാസിവര്യന്മാരും, അത് നായർ സമുദായത്തിൽപ്പെട്ടവരുണ്ടാകാം, ഈഴവ സമുദായത്തിൽപ്പെട്ടവരുണ്ടാകാം, ഇവരൊക്കെ തന്നെ ഷർട്ട് ധരിച്ചിട്ടാണോ പോകുന്നത്? അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവർ കൊണ്ടുവരുന്ന ന്യായവാദങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന സമയത്ത് ഷർട്ട് ഊരി അവരുടെ ശരീരം അവിടെ പ്രദർശിപ്പിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന രീതിയിലാണ്. അതായത് മറ്റൊരാളിൻ്റെ കൺവീനിയൻസിൻ്റെ ഭാഗമായിട്ട്. എങ്കിൽ നമുക്കും വേണമെങ്കിൽ അഭിപ്രായം പറഞ്ഞുകൂടെ? ഈ സന്യാസിവര്യന്മാരൊക്കെ തന്നെ ഷർട്ട് ധരിക്കാതെ വരുന്ന സമയത്ത് അത് കാണുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ നാളെ ഇവരൊക്കെ തന്നെ കോട്ടും സൂട്ടും ഇട്ടിട്ട് വരുമോ? അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഒരു പൂജാ പദ്ധതിയുടെ ഭാഗമായി, ഒരു ക്ഷേത്ര സമ്പ്രദായത്തിൻ്റെ ഭാഗമായി ഓരോ ക്ഷേത്രങ്ങളിലും വിഭിന്നമായ രീതികളിലാണ് പല കാര്യങ്ങളും നടപ്പാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് മേൽവസ്ത്രം ധരിച്ചുകൊണ്ട് ഒരുപക്ഷെ ഈ ശബരിമല ക്ഷേത്രത്തിൽ പ്രവേശിക്കാവുന്നതും മേൽവസ്ത്രം അരയ്ക്കുമേൽ എന്ത് വസ്ത്രമുണ്ടോ അതെടുത്ത് അരയിൽ കെട്ടിയതിന് ശേഷം മാത്രം പത്മനാഭസ്വാമി ക്ഷേത്രം പോലെയുള്ള ക്ഷേത്രങ്ങളിൽ നമ്മൾ ദർശനം നടത്തുന്നതും. അപ്പോൾ അതിലൊരു ഏക സ്വഭാവം കൊണ്ടുവരിക എന്ന് പറയുന്നതിൽ യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല. കാരണം അത്തരത്തിലുള്ള ആചാര വൈവിധ്യങ്ങൾ തന്നെയാണ് ഏതൊരു മതത്തിൻ്റെയും സമ്പ്രദായത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട സൗന്ദര്യം. അതിനെ എന്തിനാണ് നശിപ്പിക്കാൻ പോകുന്നത്? അപ്പോൾ നിങ്ങൾക്ക് ക്ഷേത്ര ദർശനം നടത്തണമെന്നുണ്ടെങ്കിൽ അവിടെയുള്ള സംവിധാനങ്ങൾ എന്താണോ അത് പാലിക്കുക. അതിപ്പോൾ പല കാര്യങ്ങളിലും അതായത് താങ്കൾ പറയുന്നത് ഈ ആചാരങ്ങളിലെ മാറ്റങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളിൽ എന്ത് വേണമെന്ന് താങ്കളുടെ കാഴ്ചപ്പാടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയം ഉണ്ടെന്ന് താങ്കൾ പറയുമ്പോൾ മുഖ്യമന്ത്രിയെ പരസ്യമായി തിരുത്തേണ്ടി വന്ന കെ.ബി. ഗണേഷ് കുമാറിന്റെ നിലപാടിലും ഒരു രാഷ്ട്രീയം ഉണ്ടാകില്ലേ? അതെന്താകും? അല്ല, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വായിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, വിശ്വാസിയായിട്ടുള്ള ഒരു ഹിന്ദുവാണ്. അദ്ദേഹം ക്ഷേത്ര ദർശനത്തിൽ ക്ഷേത്രങ്ങളുടെ പദ്ധതികൾ അനുസരിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്ന വ്യക്തിയാണ്. നേരെ മറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെയല്ല. ആ വിളക്ക് കാണുന്നിടത്താണോ ശ്രീകൃഷ്ണൻ ഇരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ഇവിടെ വളരെ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നതിനെ പറ്റി നമ്മൾ കണ്ടതാണ്. ഗണേഷ് കുമാർ അങ്ങനെ പറയുന്നയാളല്ല. അദ്ദേഹത്തിന് സമുദായവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ഹിന്ദു മതവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ആചാര പദ്ധതികളുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ക്ഷേത്രവിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരുപക്ഷെ ഇതിനെയെല്ലാം തന്നെ സംരക്ഷിക്കാനായിട്ട് നിയമപരമായി കൂടി ബാധ്യതയുള്ള ശ്രീ വി.എൻ. വാസവൻ ഒരക്ഷരം പറയാതെ ഒരു മൂലക്കിരിക്കുന്ന സമയത്ത് മറ്റൊരു വകുപ്പിൽപ്പെട്ട ആളാണെങ്കിലും ഒരു വിശ്വാസി എന്ന നിലയിൽ ശ്രീ കെ.വി. ഗണേഷ് കുമാർ ഈ അഭിപ്രായം പറയുന്നത്, അപ്പോൾ അത് നമുക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് അതായത് ഈ മേൽവസ്ത്രം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അങ്ങനെ ഒരു തീരുമാനമൊന്നും എടുത്തിട്ടില്ല എന്നൊരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞിരുന്നു ഈ വിവാദം ഉണ്ടായ സമയത്ത്. ശ്രീജിത്ത് ഓർക്കുന്നുണ്ടാവും. അല്ല, ഞാൻ പറയുന്നത് അങ്ങനെയല്ല അഭിപ്രായം പറയേണ്ടത്. അതായത് വിശ്വാസത്തിന്റെ വഴിക്ക് വിടുക, ക്ഷേത്രത്തിലേക്ക് പോയിട്ട് ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കുകയല്ല ചെയ്യേണ്ടത്. ഓരോ ക്ഷേത്രത്തിനും അതിൻ്റെതായിട്ടുള്ള കാര്യമുണ്ട്. അതനുസരിക്കുന്ന ആൾക്കാർ മാത്രം അവിടെ കയറിയാൽ മതിയാകും. ഈ കാര്യം പറഞ്ഞിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാരുണ്ട്. ഒന്ന് ശ്രീ രമേശ് ചെന്നിത്തല, മറ്റൊന്ന് ശ്രീ കെ.ബി. ഗണേഷ് കുമാർ. ഈ രണ്ടാൾക്കാരും വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയത്തിലുള്ള ആൾക്കാരാണ്. ഇതിലൊരാൾ സർക്കാരിനെ അനുകൂലിക്കുന്നയാളാണ്, മറ്റൊരാൾ സർക്കാരിനെ എതിർക്കുന്നയാളാണ്. ഒരാൾ പ്രതിപക്ഷ നേതാവായിരുന്നയാളാണ്, ഒരാൾ ഇപ്പോൾ മന്ത്രിയായിട്ടുള്ളയാളാണ്. പക്ഷേ ഈ രണ്ടാൾക്കാരുടെയും കോമൺ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇവർ വിശ്വാസികളാണ്. ഇവർ പദ്ധതിക്കനുസരിച്ച് സമ്പ്രദായത്തിനനുസരിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ കേവലം രാഷ്ട്രീയമായി മാത്രം ഇത് ചിത്രീകരിക്കപ്പെടും എന്ന രീതിയിലത്തേക്കുള്ള ഒരു അഭിപ്രായം പറയുകയല്ല, മറിച്ച് ആ പദ്ധതിയുമായി അവർക്ക് യോജിപ്പുള്ളത് കൊണ്ടാണ്. ഞാൻ ഒരു കാര്യം പറയാം. കോൺഗ്രസ് പറയുന്ന അഭിപ്രായത്തിനോട് ചേർന്ന് നിൽക്കുന്നതല്ലേ ശ്രീ ഗണേഷ് കുമാർ പറയുന്ന അഭിപ്രായം? അത് രാഷ്ട്രീയമായിട്ട് അങ്ങനെ കാണരുതോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ശ്രീ ഗണേഷ് കുമാറിന് പറയാനുള്ള സാഹചര്യം ഒരുക്കിയതാരാണ്? ഗണേഷ് കുമാർ അല്ല. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ രീതിയിലത്തേക്കുള്ള ഒരു പ്രസ്താവന നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഈ രീതിയിലത്തേക്കുള്ള ഒരു പ്രതികരണം ശ്രീ ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ലായിരുന്നു, ശ്രീ ഗണേഷിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ എന്ന് പറയുന്നത് ഫോഴ്സ്ഡ് ആണ്. രമേശ് ചെന്നിത്തലയുടേതായിക്കോട്ടെ, വി.ഡി. സതീശൻ്റെതായിക്കോട്ടെ, കെ.പി. ഗണേഷ് കുമാറിൻ്റെതായിക്കോട്ടെ, കെ. മുരളീധരൻ്റെതായിക്കോട്ടെ, കെ. സുരേന്ദ്രൻ്റെതായിക്കോട്ടെ, വി. മുരളീധരൻ്റെതായിക്കോട്ടെ, ജി. സുകുമാരൻ നായരുടേതായിക്കോട്ടെ, ഇത് ഫോഴ്സ്ഡ് ആണ്. അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകുന്ന സമയത്ത് അതിനോടുള്ള നാച്ചുറൽ റിയാക്ഷൻ എന്ന രീതിയിൽ അവർ പറയുകയാണ്. അപ്പോൾ ഇവരെല്ലാവരും തന്നെ വ്യത്യസ്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള ആൾക്കാരാണ്, സാമൂഹ്യ കാഴ്ചപ്പാടുള്ള ആൾക്കാരാണ്. പക്ഷെ ഒരു ധർമ്മത്തിനെ, നേരത്തെ പറഞ്ഞതുപോലെ, ഇതിൽ നമ്മൾ തെറ്റായിട്ടുള്ള എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു ദുരാചാരം അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ തിരുത്തുന്നത് ഓക്കെയാണ്. ഇപ്പം നാളെ വേണമെങ്കിൽ ഹൈജീൻ പരിഗണിച്ചുകൊണ്ട് എനിക്ക് ചെരുപ്പിട്ടുകൊണ്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ശബരിമലയിലേക്ക് കയറുന്നത് വലിയ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് വിഗ്രഹം താഴെ കൊണ്ടുവന്നിട്ട് നമുക്ക് പമ്പയിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ക്ഷേത്രത്തിനുള്ളിൽ എനിക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കണം, അത് വേണമെന്ന് പറഞ്ഞാലോ, അവിടുത്തെ പ്രസാദങ്ങളോ അവിടെ നടത്തുന്ന അന്നദാനവും വെജിറ്റേറിയനാണ്, അതെനിക്ക് നോൺ വെജിറ്റേറിയൻ വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലോ? അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സാമൂഹ്യമായിട്ടുള്ള പല മാറ്റങ്ങളുടെയും കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ശ്രീ എ. സജീവൻ, ഈ NSS
ആസ്ഥാനത്ത് ചടങ്ങിൽ പെരുന്നയിൽ നടത്തിയ മന്നം ജന്മശതാബ്ദി ആഘോഷവേളയിൽ NSSന്റെ പുത്രന്മാർ എന്നാണ് രമേശ് ചെന്നിത്തലയെയും KB ഗണേഷ് കുമാറിനെയും NSS ജനറൽ സെക്രട്ടറി വിശേഷിപ്പിച്ചത്. ഇവിടെ പ്രതിപക്ഷം ഈ പിണറായി വിജയൻ നടത്തിയ സനാതന ധർമ്മത്തെക്കുറിച്ചും ക്ഷേത്രാചാരങ്ങളിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ എന്ന തരത്തിൽ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങളെയുമൊക്കെ കോൺഗ്രസ് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരുന്ന് വിമർശിക്കുന്നത് നമുക്ക് മനസ്സിലാകാം. ഈ മന്ത്രിസഭയുടെ ഭാഗമായിരുന്ന KB ഗണേഷ് കുമാർ അതിനോട് പരസ്യമായി വിയോജിക്കുന്നത് ആരുടെ സമ്മർദ്ദം കൊണ്ടായിരിക്കാം, എന്ത് ലക്ഷ്യം വെച്ചായിരിക്കാം? KB ഗണേഷ് കുമാർ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പിതാവ് ബാലകൃഷ്ണപിള്ളയും NSSൻ്റെ ഒരു ആശ്രിതനായിരുന്നു, NSSൻ്റെ ഒരു ഭാഗമായിരുന്നു. അദ്ദേഹം അതിൻ്റെ ഭാരവാഹിയായിട്ട് പോലും പലപ്പോഴും ഉണ്ടായിട്ടുള്ളതാണ്. താലൂക്ക് പ്രസിഡൻ്റായിട്ടും മറ്റൊക്കെ ധാരാളം കാലത്തൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പം സ്വാഭാവികമായിട്ടും NSSനെ പിണക്കിക്കൊണ്ട് KB ഗണേഷ് കുമാറിനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പിതാവ് ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിനാണെങ്കിലും മുന്നോട്ടേക്ക് പോകാൻ കഴിയുമായിരുന്നില്ല. എപ്പോഴും അതിൻ്റെ ഭാഗമായിരുന്നു. രമേശ് ചെന്നിത്തലയും അതേ രീതിയിലായിരുന്നു. രമേശ് ചെന്നിത്തല ഒരു ഘട്ടത്തിലാണ് അറിയാതെ പറഞ്ഞു പോയതാണ് എന്നെ ഒരു വിഭാഗത്തിൻ്റെ ആളായിട്ട് ചാപ്പ കുത്തുന്നു എന്നൊരു പരാമർശം. അതല്ലെങ്കിൽ നമുക്കറിയാവുന്ന പോലെ രമേശ് ചെന്നിത്തല എത്രയോ കാലമായിട്ട് അദ്ദേഹം KSU നേതാവായിരുന്ന കാലം മുതൽ തന്നെ NSSൻ്റെ ഈ സുകുമാരൻ നായർ പറഞ്ഞ പോലെ പുത്രൻ തന്നെയായിരുന്നു. അതിലൊരു സംശയമില്ല. ഇപ്പോൾ ഈ സുകുമാരൻ നായർ പറഞ്ഞ വളരെ കൃത്യമാണ്. ഈ രമേശ് ചെന്നിത്തലയാണെങ്കിലും ഗണേഷ് കുമാർ ആണെങ്കിലും ഈ രണ്ട് പേര് NSSന് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ NSSനെ പിണക്കുന്ന രീതിയിലൊരു പരാമർശത്തിലേക്ക് പോവില്ല. അതിനർത്ഥം നാളെ ഗണേഷ് കുമാർ UDFിലേക്ക് മാറുന്നു എന്നൊന്നുമില്ല, മാറിക്കൂടായിക ഒന്നുമില്ല. കാരണം ഗണേഷ് കുമാറിൻ്റെ പാർട്ടി അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും പലതവണ പോയിട്ടുള്ളതാണ്. അവസരം കിട്ടുമ്പോൾ അടുത്ത തവണ UDF ആണ് വരുന്നതെങ്കിൽ ഗണേഷ് കുമാർ ഇപ്പുറം പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അദ്ദേഹം എങ്ങനെയാണ് UDFിൽ നിന്നും LDFിലേക്ക് മാറിപ്പോയതെന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം പോയ കാര്യങ്ങൾ മറ്റും നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഗണേഷ് കുമാറിൻ്റെ ഒരു വാക്ക് അത് പ്രത്യേകമായ രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പം പല ആളുകളും പറയുന്ന പോലെ അല്ല, ഇതിൽ രാഷ്ട്രീയക്കാർ ഇടപെടാൻ പറ്റില്ല. മുഖ്യമന്ത്രിയെ ഞാൻ ന്യായീകരിക്കുമെന്നില്ല, പക്ഷെ മുഖ്യമന്ത്രി ഇടപെട്ടത് തെറ്റായ കാര്യം. രാഷ്ട്രീയക്കാർ ഇടപെടാൻ പാടില്ല. ഇത്തരം കാര്യങ്ങളിലൊക്കെ അഭിപ്രായം പറയേണ്ടത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട തന്ത്രിമാരാണ് എന്നൊക്കെ പറയുന്ന ഒരു കാര്യം. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഇവിടെ വൈക്കം സത്യാഗ്രഹവും നടന്നതും അല്ലെങ്കിൽ ഗുരുവായൂർ സത്യാഗ്രഹം നടന്നതൊക്കെ തെറ്റാണെന്ന് പറയുന്നത്. അതിൽ മുന്നിൽ രാഷ്ട്രീയക്കാർ തന്നെയായിരുന്നു. മന്നത്ത് പത്മനാഭൻ ഉൾപ്പെടെയുള്ള സാമുദായിക നേതാക്കന്മാർ തന്നെയായിരുന്നു. അവരെല്ലാവരും കൂടി മെനക്കെട്ടിട്ടാണ് അതുവരെ ഉണ്ടായിരുന്ന ആചാരങ്ങളിൽ പലതും മാറ്റിച്ചത്. അവിടേക്ക് അവർണർക്ക് കയറാൻ പറ്റില്ല, ഈ ഹിന്ദു ക്ഷേത്രങ്ങളിൽ അവർണർക്ക് കയറാൻ പറ്റില്ല എന്നുള്ള വളരെ കൃത്യമായിട്ടും പാലിക്കപ്പെട്ട തന്ത്രിമാരൊക്കെ ഉറച്ചു നിന്നിരുന്നൊരു കാര്യമായിരുന്നല്ലോ. അന്നത്തെ ഭരണകൂടം ഉറച്ചു നിന്ന കാര്യമായിരുന്നല്ലോ. എന്നിട്ടും അതിനെതിരെ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകളുടെ പിന്തുണയോട് കൂടിയിട്ടാണ് ഈ സമരങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഏറ്റവും ഒടുവിൽ കർണാടകയിൽ സവർണ ജാതിക്കാർ ഭക്ഷണം കഴിച്ച എച്ചിലിലയിൽ ഉരുണ്ടിട്ട് വേണം ഈ അത് ആ ഉച്ഛിഷ്ടം അവർ താഴ്ന്ന ജാതിക്കാർ കഴിക്കണം എന്നുള്ള ആചാരം ഉണ്ടായിരുന്നല്ലോ. ആചാരം മാറ്റാൻ പറ്റില്ല എന്നുള്ള വളരെ പിടിവാശി തന്ത്രിമാരൊക്കെ എടുത്തിരുന്നല്ലോ. എന്നിട്ട് എന്തായി? കോടതി കർക്കശമായ നിലപാടെടുത്തില്ലേ? അത് മാറ്റിയില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പല അനാചാരങ്ങളും മാറ്റേണ്ടി വരും. ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും മേൽവസ്ത്രം ഇട്ടിട്ട് ഷർട്ട് ഇട്ടിട്ട് അകത്ത് കയറാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതൊക്കെ ഉണ്ട്. പക്ഷേ അത് വെച്ചുകൊണ്ട് തന്ത്രിമാർ പറയുന്നതിന് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ലായിരുന്നത്. അത് ഈ മതത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഏത് മതത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും. ഇസ്ലാം ഉണ്ടായത് എങ്ങനെയാണ്? അതുവരെ അവിടെ നിന്നിരുന്ന വിഗ്രഹാരാധനയെ പൂർണ്ണമായിട്ടും തല്ലി തകർക്കുന്ന രൂപത്തിൽ ആ കഅബയ്ക്കകത്തുണ്ടായിരുന്ന വിഗ്രഹങ്ങൾ മുഴുവൻ അടിച്ചു തകർത്തിട്ടാണല്ലോ ഇസ്ലാമിൻ്റെ പിറവി തന്നെ ഉണ്ടാവുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഓരോ മതത്തിലും ഇപ്പം ക്രിസ്തു മതം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? അതുവരെ ഉണ്ടായിരുന്ന ഈ വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും രീതിയെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിക്കൊണ്ടാണല്ലോ. ഇപ്പോൾ ഹിന്ദു മതത്തിൽ തന്നെ ഇപ്പോൾ നമുക്കറിയാം ഹിന്ദു മതത്തിൽ എത്രമാത്രം മാറ്റം വന്നു. നേരത്തെ ഹിന്ദു അല്ല എന്ന് കൃത്യമായി ഇവിടെയുള്ള അവർണരാരും, അത് മിതവാദി കൃഷ്ണനെ പോലുള്ള ആളുകളൊക്കെ ഈ കോഴിക്കോട്ട്, ഞാൻ നിൽക്കുന്ന കോഴിക്കോട്ട് ഈ ക്ഷേത്രത്തിന് മുമ്പിലൂടെ പോവാൻ, തളി ക്ഷേത്രത്തിന് മുമ്പിലൂടെ പോകാൻ, ആ റോട്ടിലൂടെ പോകാൻ അനുമതി വേണമെന്ന് സാമൂതിരിയോടല്ല റെസിഡൻസ് സാഹിബിനോട് അപേക്ഷിച്ചപ്പോൾ
അന്ന് സവർണ വിഭാഗക്കാരെല്ലാവരും സാമൂതിരിയെ കൊണ്ടൊരു കത്തെഴുതിച്ചു റെസിഡൻസ് സാഹിബിന്, ഈ ബ്രിട്ടീഷുകാരന്. അതെന്ന് പറഞ്ഞാൽ ഇന്ന് ഈഴവർ, നാളെ പുലയർ, അത് കഴിഞ്ഞ് മുക്കുവർ ഈ ആവശ്യവുമായിട്ട് രംഗത്ത് വരും. അതും കഴിഞ്ഞ് അവർ നാളെ ഞങ്ങൾ ഹിന്ദുക്കളാണ് എന്നുള്ള അവകാശവും അതുമായിട്ട് വരും എന്നൊക്കെ പറഞ്ഞു. ഇന്നിപ്പോൾ ഈ ആളുകളെയൊക്കെ ഹിന്ദുക്കളായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ അതുവരെ നിലനിന്നിട്ടുള്ള ആ അനാചാരങ്ങൾ എന്തെല്ലാമാണോ അതൊക്കെ മാറ്റാം. അത് രാഷ്ട്രീയക്കാർക്ക് അഭിപ്രായം പറയാം, രാഷ്ട്രീയക്കാർ ഇത് പറയാൻ പാടില്ല എന്നില്ല. അങ്ങനെയാണ് ഗാന്ധിയെ നമ്മൾ തെറി വിളിക്കേണ്ടി വരില്ലേ? മന്നത്ത് പത്മനാഭനെ തെറി വിളിക്കേണ്ടി വരില്ലേ? ഇവിടെ ഉണ്ടായിരുന്ന പല രാഷ്ട്രീയ നേതാക്കന്മാരെയും നമ്മൾ തെറി വിളിക്കേണ്ടി വരില്ലേ? അവരൊക്കെ ഇതിൽ ഇടപെട്ടു എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ പിണറായി വിജയൻ ഇടപെട്ടതിൻ്റെ കാര്യം അദ്ദേഹത്തിന് രാഷ്ട്രീയ താല്പര്യങ്ങളൊക്കെ ആയിരിക്കാം, അതല്ലാതെ പറയുന്നത്. പക്ഷേ ഇപ്പോൾ പറയുന്ന മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തെക്കുറിച്ചൊക്കെ പലപ്പോഴും ഈ നേതാക്കന്മാരൊക്കെ പ്രകീർത്തിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവരെങ്ങനെയാണ് ആ ഒരു പശ്ചാത്തലത്തിൽ ഇതിനെ ന്യായീകരിക്കാൻ, ഇതിനെ തള്ളിപ്പറയുന്നൊരവസ്ഥ ഉണ്ടാവുക? ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട്. ശ്രീ സജീവൻ, ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ കെ ബി ഗണേഷ് കുമാർ ഇങ്ങനെ പരസ്യമായ ഒരു നിലപാടെടുക്കുന്നത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം. രമേശ് ചെന്നിത്തല SNDPയുടെ പിന്തുണ നേടുന്നു, അതിനുശേഷം NSSന്റെ വേദിയിലെത്തുന്നു, ഇപ്പോൾ സമസ്തയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നു, കോൺഗ്രസിനകത്ത് അടുത്ത മുഖ്യമന്ത്രി ആരാകണമെന്ന ചർച്ചകൾ സജീവമാകുന്ന ഘട്ടത്തിൽ ചെന്നിത്തല വീണ്ടും ഉദയം കൊണ്ടിരിക്കുന്നു. തൊട്ടു പിന്നാലെ UDF വിപുലീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉള്ള ആലോചനകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. ഈ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയെ പരസ്യമായി തിരുത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ച് വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ ഗണേഷ് കുമാർ NSSന്റെ അതേ സ്വരത്തിൽ അഭിപ്രായം പറയുമ്പോൾ അദ്ദേഹത്തിന് മറ്റു ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ സംശയിച്ചു പോകില്ലേ? തീർച്ചയായിട്ടും ഗോപീഷൻ പറഞ്ഞ വളരെ കൃത്യമാണ്. കാരണം ഗണേഷ് കുമാറിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരാരും ചോദിക്കാതെയുള്ള ഈ അഭിപ്രായ പ്രകടനം സ്വാഭാവികമായിട്ടും ഈ രാഷ്ട്രീയ താല്പര്യത്തോടു കൂടിയായിരിക്കണം. കാരണം ഈ രമേശ് ചെന്നിത്തലയെ പോലെ തന്നെ അദ്ദേഹത്തിനോട് പ്രിയമുള്ളതാണ് NSS ഒരു നിലപാടെടുത്തിരിക്കുന്നു, വളരെ രമേശ് ചെന്നിത്തലയാണെങ്കിൽ ഈ എല്ലാ SNDP യോഗത്തിൻ്റെ പിന്തുണ ഏതാണ്ട് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് കിട്ടി. പിന്നീട് വെള്ളാപ്പള്ളി തള്ളിപ്പറഞ്ഞെങ്കിൽ പോലും അതിനേക്കാളൊക്കെ പുറത്ത് സമസ്തയുടെ യോഗമല്ല സത്യത്തിൽ. പട്ടിക്കാട് ജാമിയാനൂരിയ എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന് നേതൃത്വമുള്ള ഒരു പ്രസ്ഥാനമാണ്. അതായത് സമസ്തയുടെ ഇതാണെങ്കിൽ പോലും അതിൻ്റെ നേതൃത്വമുള്ള സാദിഖ് അലി തങ്ങളാണ്. അവരാണ് ഇദ്ദേഹത്തെ വിളിക്കുന്ന. സാദിഖ് അലി തങ്ങൾ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ രമേശ് ചെന്നിത്തല വിളിച്ചതിന് പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അതിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയാനാകില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല അത് കഴിഞ്ഞിട്ട് ഇന്ന് ഇപ്പോൾ താങ്കൾ പറയാത്തൊരു കാര്യം, ഇന്ന് രമേശ് ചെന്നിത്തലയും ഈ സാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയുമൊക്കെ രാഷ്ട്രീയ ചർച്ച നടത്തി, രഹസ്യമായിട്ടാണ് നടത്തിയിട്ടുള്ളത്. എന്താണ് അവർ സംസാരിച്ച് നമുക്കറിയില്ല. എന്തായാലും രമേശ് ചെന്നിത്തല ഇതുവരെ ഒതുങ്ങി നിന്നിരുന്ന രമേശ് ചെന്നിത്തല ഇപ്പോൾ ഫോർ ഫ്രണ്ടിൽ ഉണ്ട്. അതിൻ്റെ താല്പര്യം കൂടി ഒരുപക്ഷെ അടുത്ത് വരാൻ പോകുന്ന UDF ആണ് എന്നൊരു തോന്നൽ പൊതുവെ എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ പോക്കിൽ താൻ കൂടി ഉണ്ടാകുന്നു എന്നൊരു തോന്നലുണ്ടാക്കാൻ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ശ്രമം നടത്താൻ എനിക്ക് തോന്നുന്നു. ശ്രീ ജിൻഡോ, കെ ബി ഗണേഷ് കുമാർ ഇന്ന് കോൺഗ്രസ് പ്രതികരിക്കുന്ന അതേ സ്വഭാവത്തിൽ ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രതികരണം കോൺഗ്രസ്, അതായത് പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് കോൺഗ്രസ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പോൾ സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങളെ പ്രതിപക്ഷ നേതാവ് എതിർക്കുന്നത് അത് സംഘപരിവാറിന് ഈ സനാതന ധർമ്മത്തിൻ്റെ മുഴുവൻ അവകാശവും സംഘപരിവാറിനെ ഏൽപ്പിക്കുന്ന തരത്തിലാണ് പിണറായി വിജയൻ പെരുമാറിയത് എന്ന ഒരു രാഷ്ട്രീയ നിറം നൽകിക്കൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ആ വിഷയത്തിൽ ഇടപെടൽ നടത്തിയത്. ക്ഷേത്രത്തിൽ ഈ മേൽവസ്ത്രം ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആചാരങ്ങളിൽ ലംഘനം വേണ്ട എന്ന നിലപാട് കെ മുരളീധരനും സ്വീകരിക്കുന്നു. അതേ സ്വഭാവത്തിൽ കെ ബി ഗണേഷ് കുമാറും പ്രതികരിക്കുന്നത് ഹൈന്ദവ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ അഭിപ്രായങ്ങളിൽ ഹിന്ദു വിശ്വാസികൾ അല്ലെങ്കിൽ ആ മതാചാരങ്ങൾ പിന്തുടരണമെന്ന് ആഗ്രഹിക്കുന്നവർ സ്വാഭാവികമായി നടത്തുന്ന പ്രതികരണം എന്ന നിലയിലാണോ കോൺഗ്രസിൽ നിന്ന് ശ്രീ ജിൻഡോയും ഈ വിഷയത്തെ കാണുന്നത്? ഗോപി, ഇതിൽ കെ ബി ഗണേഷ് കുമാറിൻ്റെ പ്രസ്താവന കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നതാണ് എന്ന് അങ്ങനെ വായിക്കുന്നവർക്ക് അങ്ങനെ വായിച്ചെടുക്കാം. പക്ഷേ അദ്ദേഹം ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നുള്ളതാണ്. പിണറായി സർക്കാരിലൊരു മന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഒരു പ്രാക്ടീസിങ് വിശ്വാസി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പുറത്തുള്ള അഭിപ്രായമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ നമ്മൾ ഭാരത് മാതാ കി ജയും അല്ലെങ്കിൽ വന്ദേ മാതരവും ഒക്കെ സംഘപരിവാറിന് ഇടക്കാലത്ത് വിട്ടുകൊടുത്തതുപോലെ
നമ്മൾ എന്തിനാണ് നമ്മുടെ ആളുകളുടെ വിശ്വാസത്തെയും അവർക്ക് വിട്ടുകൊടുക്കുന്നത്? ഇവിടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇതൊക്കെയാണോ എന്നുള്ള ചർച്ചയൊക്കെ നടക്കുകയാണ് ഇപ്പോൾ. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ ഇന്ന് പിണറായി വിജയനോട് ചോദിച്ച ചോദ്യമില്ലേ, പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഈ ആളുകൾ ഷർട്ട് ധരിക്കുന്നതോ ഷർട്ട് ധരിക്കാതിരിക്കുന്നതോ ആണോ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. ഇപ്പോൾ ഇത്തരം വിഷയങ്ങളിലേക്ക് കേരളത്തിലെ പൊതു ചർച്ച മാറണമെന്ന് ആഗ്രഹിക്കുന്ന പിണറായി വിജയനാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ആലോചിക്കുമ്പോൾ അതിലൊരു രാഷ്ട്രീയമുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതിനു മുമ്പ് സജീവൻ സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, വൈക്കം സത്യാഗ്രഹത്തിൻ്റെ രാഷ്ട്രീയക്കാരാണ് നേതൃത്വം നൽകിയത് എന്നൊക്കെ പറഞ്ഞു. ശരിയാണ്. ഗാന്ധിയെ അല്ലെങ്കിൽ അദ്ദേഹം മന്നത്ത് പത്മനാഭനെയൊക്കെ കോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അവരൊക്കെ വിശ്വാസികളായിരുന്നു. അവരൊക്കെ വിശ്വസിക്കുന്ന ആ സമുദായത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ മതവിഭാഗത്തിൽ നിന്ന്, മതത്തിനകത്താണ് അവർ നവോത്ഥാനം നടപ്പാക്കിയത്. വിശ്വാസികളായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അതിൽ അഭിപ്രായം പറയുന്നതിന് കുഴപ്പമില്ല. അമ്പലത്തിൽ പോകുന്നത് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്നൊക്കെ പ്രചരിപ്പിക്കുകയും അതേ രീതിയിൽ പ്രസംഗിക്കുകയും മതവിശ്വാസത്തെയും മത നേതാക്കന്മാരെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന നേതാക്കന്മാർ ഏതെങ്കിലും അമ്പലത്തിലെ ആചാരാനുഷ്ഠാനങ്ങളിൽ വ്യക്തിപരമായിട്ട് ഇടപെടുന്നതിനെ ചോദ്യം ചെയ്യൂലേ? അങ്ങനെ ചോദ്യം ചെയ്യാനുള്ള ഇട വരുത്തുമ്പോൾ അത് മറ്റൊരു ചർച്ചയായി മാറും. ആ ചർച്ചയുടെ ഗുണം കിട്ടുന്ന ആർക്കാണ് എന്നുകൂടി പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇനി രണ്ടാമത്തത്, ഇവിടെ നമ്മൾ അമ്പലങ്ങളിൽ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ ഷർട്ട് ധരിക്കുന്നതോ മേൽമുണ്ട് ധരിക്കുന്നതോ ധരിക്കാതിരിക്കുന്നതോ ഒക്കെ അത്തരം വിഷയങ്ങളിൽ അഭിപ്രായം പറഞ്ഞതിന് മുമ്പ് ഇത് ഐത്തത്തിനെതിരെയോ വഴി നടക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആരാധന സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടോ ഉള്ള ഒരു അഭിപ്രായമല്ല പിണറായി വിജയൻ നടത്തിയിരിക്കുന്നത്. പല അമ്പലങ്ങളിലും, എനിക്ക് മുമ്പ് സംസാരിച്ച ആളുകൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്, പല അമ്പലങ്ങളിലും പല ക്ഷേത്രങ്ങളിലും പല ആരാധനാലയങ്ങളിലും പല മതവിഭാഗങ്ങളിലും പല രീതിയിലുള്ള ആചാരാനുഷ്ഠാനങ്ങളാണ് നടക്കുന്നത്. അതിനെല്ലാം യൂണിഫോം ചെയ്യണം എന്ന് എന്താണ് പിണറായി വിജയൻ ഇത്ര നിർബന്ധം? ഇവിടെ ആചാരങ്ങളും അന്ധവിശ്വാസങ്ങളോ അനാചാരങ്ങളാണെങ്കിൽ നമുക്കതിനെ തിരുത്താം. താങ്കൾ കർണാടകയിലെ വിശേഷമൊക്കെ പറഞ്ഞ പോലെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമാണ് അത് തിരുത്തപ്പെടേണ്ടതാണെന്ന് ആ സമുദായത്തിനകത്ത്, ആ മതവിഭാഗത്തിനകത്ത് നിന്നല്ലേ വരേണ്ടത്. ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ കോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ മന്നത്ത് പത്മനാഭനെ കോട്ട് ചെയ്യുന്നു, മറ്റാരെ കോട്ട് ചെയ്താലും അവരെല്ലാവരും അതാത് സമുദായത്തിൻ്റെ അകത്ത് നിന്ന് അതിന് നവോത്ഥാനം നടത്തുകയും അതിനെ ക്രിട്ടിസൈസ് ചെയ്യുകയും അതിന് പുറത്ത് കടന്ന് നവോത്ഥാനം നടത്തുകയും ചെയ്യുന്ന നിലപാടുകൾ എടുത്ത ആളുകളാണ്. പിണറായി വിജയൻ ഈ സമുദായത്തിൻ്റെ അകത്തുള്ളതാണോ? പിണറായി വിജയൻ ഈ ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? പ്രാക്ടീസിങ് ആയിട്ടുള്ള ഒരു മതവിശ്വാസിയാണോ? അല്ല. ഇനി രാഷ്ട്രീയക്കാർക്ക് അഭിപ്രായം പറയാൻ പാടില്ല എന്നുള്ള ചോദ്യത്തിന് രാഷ്ട്രീയക്കാർക്ക് തീർച്ചയായിട്ടും അഭിപ്രായം പറയാം. പക്ഷേ അങ്ങനെ അഭിപ്രായം പറയുന്നതിൻ്റെ പേരിൽ ആ മതസമുദായത്തിൻ്റെ അകത്തോ അതിന് പുറത്തുള്ള ആളുകൾക്ക് ഭിന്നിപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള അഭിപ്രായമാണ് പറയുന്നതെങ്കിൽ അതിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യമുണ്ട് എന്ന് നമ്മൾ നിരീക്ഷിക്കേണ്ടി വരും. ഇനി ഇടപെടുകയാണ് ജിനു, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഞാൻ പെട്ടെന്നൊരു ഇടവേള എടുക്കേണ്ട സമയമുണ്ട്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ സാർ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിലേക്ക് കൂടി പോകണം. ഇടവേളയ്ക്ക് ശേഷം ഞാൻ തിരികെ വരാം. വളരെ വേഗം KB ഗണേഷ് കുമാർ ക്ഷേത്രാചാരവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങൾ പിണറായി വിജയനെ പരസ്യമായി തിരുത്തുന്നതിന് തുല്യമാണോ എന്നതാണ് എൻകൗണ്ടർ പ്രൈം പരിശോധിക്കുന്നത്. അതിന് പിന്നിൽ ഗണേഷ് കുമാറിന് രാഷ്ട്രീയ താല്പര്യങ്ങളോ ലക്ഷ്യങ്ങളോ ഉണ്ടോ എന്നതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കുന്നത്. ചർച്ചയിലേക്ക് വീണ്ടും KB ഗണേഷ് കുമാർ നടത്തിയ പരാമർശങ്ങൾ മുഖ്യമന്ത്രിയെ പരസ്യമായി തിരുത്തുന്നതായിരുന്നു. ഇതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ സാർ നമ്മളോടൊപ്പമുണ്ട്. സെബാസ്റ്റ്യൻ പോൾ സാർ, ഇന്ന് KB ഗണേഷ് കുമാർ ഇങ്ങനെ ഈ മുഖ്യമന്ത്രിയെ പരസ്യമായി തിരുത്തുന്ന സ്വരത്തിലാണോ അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനം ഉണ്ടായത്? അത് ഒരു മതവിശ്വാസി എന്ന നിലയിൽ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അദ്ദേഹം നടത്തിയ സ്വതന്ത്രമായ ഒരു അഭിപ്രായ പ്രകടനമായിട്ടാണോ താങ്കൾ വിലയിരുത്തുക? അതല്ല പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഒരു മുഴം നീട്ടിയെറിഞ്ഞതാണോ ഗണേഷ് കുമാർ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ? അല്ല, അത്ര വിപുലമായ അർത്ഥവും വ്യാഖ്യാനവും ഈ വിഷയത്തിൽ നൽകണം എന്ന് എനിക്ക് അഭിപ്രായമില്ല. ശ്രീ പിണറായി വിജയൻ ഒരു വിശിഷ്ടമായ വേദിയിൽ വെച്ച് മത അധ്യക്ഷന്മാരുടെയും സ്വാമിമാരുടെയും ഒക്കെ സാന്നിധ്യത്തിൽ പ്രസക്തമായ ഒരു കാര്യം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. അതൊരു നയപ്രഖ്യാപനമോ തീരുമാനമോ ഒന്നും ആയിരുന്നില്ല എന്ന് നമുക്കറിയാം. ആ വിഷയത്തിൽ അഭിപ്രായം പറയാൻ ആർക്കും അഭിപ്രായം പറയാം. അതിന് നായരോ അല്ലെങ്കിൽ ക്ഷേത്രവിശ്വാസിയോ ഒന്നും ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആർക്കും ഏത് വിഷയത്തിലും അഭിപ്രായം പറയാം. അഭിപ്രായ പ്രകടനം എന്നുള്ളത് നമ്മുടെ ഏറ്റവും വിശിഷ്ടമായ അവകാശമാണ്. ആ അവകാശത്തെ നിഷേധിക്കുന്ന രീതിയിലാണ് ഇവിടെ ഈ ചർച്ചയിൽ ചിലരൊക്കെ അഭിപ്രായം പറഞ്ഞു കേട്ടതും. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. അതുകൊണ്ട് ഗണേഷ് കുമാർ എന്നത് അദ്ദേഹം മന്ത്രി ആയപ്പോഴും മന്ത്രിയാകുന്നതിന് മുൻപും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ, ഒരുപക്ഷെ പിണറായി വിജയനും CPM-നും ഒക്കെ നീരസമുണ്ടാക്കാൻ ഇടയുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ള ആൾ തന്നെയാണ്. അത് പറയുന്നതിനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട് എന്ന അഭിപ്രായവും എനിക്കുണ്ട്. പക്ഷേ മന്ത്രിയായിരുന്നുകൊണ്ട് അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ അത് ഈ രീതിയിൽ മുഖ്യമന്ത്രിയുമായുള്ള ഏറ്റുമുട്ടലാണ് എന്നൊക്കെയുള്ള വ്യാഖ്യാനിക്കുന്നതിന് ഇട നൽകാൻ പാടില്ല. അങ്ങനെ ഇട നൽകിയാൽ അതിന് മറ്റു ചില പ്രശ്നങ്ങളും ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായ ചില ദീർഘവീക്ഷണത്തോടെ ചില കരുനീക്കങ്ങൾ നടത്തിക്കൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയുള്ള അഭിപ്രായ പ്രകടനം
അത് മുഖ്യമന്ത്രിക്കെതിരെ അദ്ദേഹം നടത്തി എന്നൊക്കെ വ്യാഖ്യാനം വരുന്നുണ്ട്. പക്ഷേ ആ വ്യാഖ്യാനത്തോട് എനിക്ക് യോജിപ്പില്ല. അങ്ങനെ വ്യാഖ്യാനിക്കേണ്ടതായ ആവശ്യമുണ്ട് എന്നും ഞാൻ കരുതുന്നില്ല. ഇവിടെ ഒരു കാര്യം പറയുമ്പോൾ അത് ചർച്ചയ്ക്ക് വേണ്ടി തന്നെയാണ്. ഈ തീരുമാനമല്ല പിണറായി വിജയൻ പറഞ്ഞത്. ആ ചർച്ചയിൽ ആരോഗ്യകരമായ ചർച്ചയായിരിക്കണം. ആ ചർച്ചയിൽ ഇപ്പോൾ ഇത്രയും പേർ ഇവിടെ പല പേരുകളും പറഞ്ഞല്ലോ, അവരെല്ലാം ആ ചർച്ചയിൽ പങ്കെടുത്തവരാണ്. ഇനിയും പലർക്കും അഭിപ്രായം പറയാം. അങ്ങനെ അഭിപ്രായം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പല മാറ്റങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മേൽവസ്ത്രം ധരിച്ച് ഷർട്ട് ധരിച്ച് അമ്പലത്തിൽ കയറുന്നത് ദുരാചാരമാണ്, അതൊരു അനാശാസ്യ പ്രവൃത്തിയാണ് എന്നാരും പറയുന്നില്ല. പക്ഷെ അവിടെ ഒരു വ്യത്യസ്തമായ അഭിപ്രായം ഒരാൾ മുന്നോട്ട് വയ്ക്കുന്നത്, ആ അഭിപ്രായം പറഞ്ഞാൽ അത് സമൂഹം ശ്രദ്ധിക്കും, അതൊരു ചർച്ചാ വിഷയമാകും. അങ്ങനെയുള്ള ചർച്ചകളിലൂടെയാണ് പല കാര്യങ്ങളിലും മാറ്റം വരുന്നത്. അമ്പലങ്ങളിലും പള്ളികളിലുമൊക്കെ ഡ്രസ് കോഡ് എന്നത് അത് കേരളത്തിൽ മാത്രമല്ല, അത് വിദേശങ്ങളിലുമുണ്ട്. ഇപ്പോൾ വത്തിക്കാനിൽ പോയാലോ സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ കയറണമെങ്കിൽ അവിടെയും ഒരു ഡ്രസ് കോഡുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അവിടെ നന്നായി വസ്ത്രം ധരിച്ചിരിക്കണം. അവിടെ ഈ തോളും മുട്ടും മറയ്ക്കുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കണം. അങ്ങനെ ധരിക്കാതെ വരുന്നവർക്ക് വേണ്ടി പ്രത്യേകമായ വസ്ത്രം അവിടെ നൽകുന്നുമുണ്ട്. പല സ്ഥലങ്ങളിലും അത് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഡ്രസ് കോഡ് അതിൽ തന്നെ ഒരു തെറ്റല്ല. പക്ഷേ പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യും, ആലോചിച്ചും എതിരഭിപ്രായങ്ങൾ കേട്ടും ഒക്കെയാണ് ഇതിൽ മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ ചിലയിടത്ത് ഇന്ന് കാണുന്നത് നാളെ കണ്ടുകൊള്ളണമെന്നില്ല. ഇവിടെ എന്നെ സംബന്ധിച്ചുള്ള വിഷയം അങ്ങനെ ഒരു കാര്യം, ഏതൊരു ക്ഷേത്ര വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതോ ക്ഷേത്രാവകാശങ്ങളെ ധ്വംസിക്കുന്നതോ ആയ അഭിപ്രായമൊന്നുമല്ല പിണറായി വിജയൻ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് വളരെ പ്രസക്തമായ ഒരു സാമൂഹിക വിഷയമാണ്. അത് പറയാൻ കൊള്ളാവുന്ന ഒരു സ്ഥലത്താണ് അദ്ദേഹം പറഞ്ഞത്. അതിനെതിരഭിപ്രായമുള്ളവർക്ക് എതിരഭിപ്രായം പറയാം, യോജിക്കുന്നവർക്ക് യോജിക്കുകയും ചെയ്യാം. പക്ഷെ അങ്ങനെ ഒരു ചർച്ചയെ പാടില്ല. ഇതെല്ലാം ഞങ്ങൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർ, ഹിന്ദുക്കൾ, ക്ഷേത്രവിശ്വാസികൾ, NSS, SNDP, അതിനപ്പുറം ആരും അഭിപ്രായം പറഞ്ഞുകൂടാ എന്ന നിലപാട് അത് വിശാലമായ അർത്ഥത്തിൽ അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമാണ്, അപകടകരമാണ്, ആപത്കരമാണ്. ഏത് വിഷയത്തിലും ആർക്കും അഭിപ്രായം പറയുന്നതിനുള്ള സ്വാതന്ത്ര്യത്തെ നമ്മൾ അംഗീകരിക്കുകയാണ് വേണ്ടത്. സെബാസ്റ്റ്യൻ പോൾ സാർ, ഇവിടെ ഇപ്പോൾ താങ്കൾ നേരത്തെ ശ്രീ ജിൻഡോ പറഞ്ഞത് ശ്രദ്ധിച്ചല്ലോ. ഒരു ഭരണാധികാരിക്ക്, ഒരു ജനനേതാവിന്, ഒരു രാഷ്ട്രീയ പ്രവർത്തകനൊക്കെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അതേസമയം ആ അഭിപ്രായങ്ങൾ ഏതെങ്കിലും തരത്തിലൊരു ഭിന്നതയ്ക്ക് ഇടവെക്കുന്നതാണോ എന്നത് പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നാണ് താങ്കൾ പറഞ്ഞതുപോലെ. അഭിപ്രായ സ്വാതന്ത്ര്യം നമ്മുടെ ഏറ്റവും വിലപ്പെട്ട അവകാശമാണ്, ഒരു തർക്കവുമില്ല. പക്ഷേ അദ്ദേഹം നയം പ്രഖ്യാപിക്കുകയോ നിലപാട് അറിയിക്കുകയോ ഒന്നുമായിരുന്നില്ല എന്നും താങ്കൾ പറഞ്ഞു. പക്ഷേ അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം വന്ന ഉടനെ അതിൻ്റെ പ്രതികരണങ്ങൾ എങ്ങനെയായിരുന്നു? ഇതര മതവിശ്വാസികളുടെ കാര്യത്തിൽ ഇങ്ങനെ അഭിപ്രായം പറയാൻ ധൈര്യമുണ്ടോ എന്നാണ് NSS ജനറൽ സെക്രട്ടറി ചോദിച്ചത്. അതിനുശേഷം ഹിന്ദുക്കളുടെ ആചാരങ്ങളുടെ കാര്യത്തിൽ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് എന്ന് മറുഭാഗത്തൊരു ചോദ്യം ഉയർന്നു. അതായത് നമ്മൾ വളരെ പുരോഗമനം എന്ന് കരുതുന്ന കേരളീയ സമൂഹത്തിനകത്ത് നിന്നാണ് ഇങ്ങനെ ഈ തരത്തിൽ ഒരു ഭിന്നതയുടെ സ്വരങ്ങൾ പുറത്തു വരുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഗണേഷ് കുമാർ പറയുന്നത് ആചാരങ്ങളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഭരണാധികാരിയല്ല, ഇനി അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നവരുമായി കൂടിയാലോചിക്കട്ടെ എന്ന് പരസ്യമായി പറയുന്നത്. അപ്പോഴത് വിശ്വാസികളുടെ പക്ഷത്ത് നിന്ന് പിണറായി വിജയനെ തിരുത്താൻ വേണ്ടി നടത്തിയ നീക്കമാണ് എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കുന്നത് ഒരു ദുർവ്യാഖ്യാനമാകുമോ? അത് ഈ ഭിന്നതയുണ്ടാക്കുന്ന തരത്തിലൊരു പരാമർശം പിണറായി നടത്തി എന്ന് ജിൻഡോ പറഞ്ഞ കാര്യങ്ങളെ താങ്കൾ എങ്ങനെ ഖണ്ഡിക്കും? അല്ലാതെ നമ്മൾ ഈ മതപരമായ അല്ലെങ്കിൽ സാമുദായികമായ ആചാരത്തെ സംബന്ധിച്ച് മാത്രമല്ല, ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും വ്യത്യസ്തമായ അഭിപ്രായം പറയുമ്പോൾ അത് സമൂഹത്തിൽ ഭിന്നതയ്ക്ക് കാരണമാകുന്നുണ്ട്. ഇപ്പോൾ സാമൂഹിക നീതിയെ മുൻനിർത്തി നമ്മൾ സംവരണത്തെക്കുറിച്ച് സംസാരിച്ചാലോ, അല്ലെങ്കിൽ ജാതി സെൻസസിനെ സംസാരിച്ചാലോ, അങ്ങനെ ഏത് വിഷയത്തെക്കുറിച്ച് സംസാരിച്ചാലും അത് ഒരു പ്രത്യക്ഷത്തിൽ ഭിന്നതയ്ക്ക് കാരണമാകുന്ന വിഷയം തന്നെയാണ്. പക്ഷെ ആ ചർച്ചകൾ അതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. ആ ചർച്ചകൾ ആരോഗ്യകരമായി നടക്കുമ്പോഴാണ് ആ ഭിന്നതകൾക്ക് അപ്പുറത്ത് ഒരു സമന്വയത്തിലേക്ക് എത്തിച്ചേരാൻ പക്വതയുള്ള സമുദായത്തിന് കഴിയുന്നത്. ഇവിടെ ഇപ്പോൾ വൈക്കത്ത് സത്യഗ്രഹത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞു കഴിഞ്ഞു. അതിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. എല്ലാം ഞങ്ങൾ തന്നെ നോക്കിക്കൊള്ളാം, ഞങ്ങൾ പറയുന്നത്, തന്ത്രി പറയുന്നത്, പൂജാരി പറയുന്നത് അതാണ് അവസാനത്തെ വാക്ക് എന്ന നിലപാടിൽ ഉറച്ചു നിന്നിരുന്നുവെങ്കിൽ നമ്മളൊക്കെ എവിടെ നിൽക്കുമായിരുന്നു? നമ്മളൊക്കെ പുറത്തു നിൽക്കേണ്ടി വരുമായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് മാറ്റം വരുന്നത് താൽക്കാലികമായ ഭിന്നതകൾ ഭയപ്പെടാതെ, അല്ലെങ്കിൽ താൽക്കാലികമായ രാഷ്ട്രീയ തിരിച്ചടികൾ ഭയപ്പെടാതെ ചില കാര്യങ്ങളിൽ പറയേണ്ട സന്ദർഭത്തിൽ പറയേണ്ടവർ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം പറഞ്ഞാൽ അത് ശ്രദ്ധിക്കപ്പെടുന്നവർ അവരത് പറയുക തന്നെ വേണം. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വരട്ടെ, ഗണേഷ് കുമാർ മാത്രമല്ലല്ലോ, എല്ലാവരും വ്യത്യസ്തമായ അഭിപ്രായം പറയട്ടെ. അപ്പോൾ അനുകൂലമായ അഭിപ്രായം പറയുന്നവരും രംഗത്ത് വരും.
ശരി. ശ്രീ ജിൻഡോ, ഈ സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങളോട് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചത് അദ്ദേഹം അതിൻ്റെ രാഷ്ട്രീയാർത്ഥത്തിൽ തന്നെയാണ്. കാരണം പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇതെല്ലാം സംഘപരിവാർ ശക്തികളെ സഹായിക്കാൻ വേണ്ടി നടത്തുന്ന പ്രസ്താവനകളാണെന്നാണ്. പിണറായി വിജയൻ ഇതിനു മുൻപും ഈ തരത്തിൽ, അതായത് അദ്ദേഹം ഒരു പുരോഗമന ആശയം എന്ന നിലയിൽ പരിവർത്തനങ്ങൾ ആവശ്യമായ കാര്യങ്ങളിൽ, സാമൂഹികമായ ഇടപെടൽ ആവശ്യമായ ഘട്ടങ്ങളിൽ അദ്ദേഹം ഇത്തരം നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്, പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബോഡി വേസ്റ്റ് എന്ന് പറഞ്ഞ് ഒരു ഘട്ടത്തിൽ അദ്ദേഹം നടത്തിയ പരാമർശം താങ്കൾക്ക് ഓർമ്മയുണ്ടല്ലോ. പിന്നെ മറ്റു പല പരാമർശങ്ങളും അദ്ദേഹം നടത്തിയതും താങ്കളുടെ ഓർമ്മയിലുണ്ടാകും. അപ്പോൾ ഈ ഘട്ടത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള, അതായത് അദ്ദേഹമല്ല ഈ മേൽവസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അഭിപ്രായം പറഞ്ഞത്, അവിടെ നടത്തിയ ഒരു അഭിപ്രായ പ്രകടനത്തെ അദ്ദേഹം പിന്തുണയ്ക്കുകയും അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു നല്ല സാമൂഹിക ഇടപെടലാകും എന്ന് പറയുകയുമായിരുന്നു. അതിനെ ഒരു ഭിന്നിപ്പിക്കുന്ന ഇടപെടൽ, ഒരു അഭിപ്രായ പ്രകടനത്തെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം, രാഷ്ട്രീയ താല്പര്യത്തോടു കൂടിയുള്ള ഇടപെടൽ എന്നൊക്കെ പെട്ടെന്ന് വ്യാഖ്യാനിക്കാൻ പ്രതിപക്ഷം തിടുക്കം കാട്ടിയോ? ഇല്ല ഗോപി, ഇതിൽ പ്രതിപക്ഷം ഒരു തിടുക്കവും കാട്ടിയില്ല. പ്രതിപക്ഷം കൃത്യമായിട്ട് അതിനെ മനസ്സിലാക്കി തന്നെയാണ് പ്രതിപക്ഷ നേതാക്കന്മാർ അഭിപ്രായം പറഞ്ഞത്. ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ. ഈ ചർച്ച വന്നതിന് ശേഷം കേരളത്തിലെ ദൃശ്യ മാധ്യമങ്ങളുടെ ലൈവ് കമൻറ്റുകളൊന്ന് പരിശോധിക്കണം. അതുപോലെ തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും അതുപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും വരുന്ന കമൻറ്റുകളൊന്നും നമ്മൾ പരിശോധിച്ച് നോക്കിയേ. ഇവിടെ അമ്പലങ്ങളിലെ ആചാരം തിരുത്താൻ പോകുന്നവർ, മേൽമുണ്ട് ധരിപ്പിക്കാൻ പോകുന്നവർ പള്ളികളിലും മോസ്കുകളിലും കയറി ഇതൊക്കെ തിരുത്താൻ പറയോ എന്ന് ചോദിക്കുന്നത്, അത് ഏത് തരം പൊളിറ്റിക്സ് ആണ് ഉദ്ദേശിക്കുന്നത്? അങ്ങനെ സംസാരിക്കാനായിട്ട് ഇടം നൽകിയതാരാണ്? അത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എനിക്ക് മുമ്പ് സംസാരിച്ച സജീവൻ സാർ പറഞ്ഞു ഇസ്ലാമിനകത്ത് വിഗ്രഹാരാധനയ്ക്കെതിരെ വിഗ്രഹങ്ങൾ ഉടച്ച് നവോത്ഥാനം കൊണ്ടുവന്നു. അത് ആരാ കൊണ്ടുവന്നേ? ഇസ്ലാം വിശ്വാസികളാണ്. അതിനകത്തുനിന്നാണ് നവോത്ഥാനം വരുന്നത്. ക്രിസ്ത്യാനിറ്റി, യഹൂദ മതത്തിനകത്ത് ക്രിസ്ത്യാനിറ്റി എങ്ങനെ വരുന്നത്? ക്രിസ്തു, ഒരു യഹൂദനായിട്ടുള്ള ക്രിസ്തു അതിനകത്തെ അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തി അതിനകത്ത് നവോത്ഥാനം കൊണ്ടുവരുന്നു, ക്രിസ്ത്യാനിറ്റി ഉണ്ടാകുന്നു. ഈ ലോകത്ത് എവിടെയെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിക്കാർ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ മതങ്ങളിൽ നവോത്ഥാനം കൊണ്ടുവന്നതായിട്ട് ഗോപിക്ക് സൂചിപ്പിക്കാൻ പറ്റുമോ? ഇവർ മതനിരാസത്തിൻ്റെ ആളുകൾ, മതവിദ്വേഷത്തിൻ്റെ ആളുകൾ, മത നിഷേധത്തിൻ്റെ ആളുകൾ, അല്ലെങ്കിൽ അഥവാ ഉണ്ടെങ്കിൽ അനുവദിക്കുന്നുണ്ടെങ്കിൽ തന്നെ CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ, ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർക്ക് ഇഷ്ടമുള്ളതിനെ മാത്രം പിന്തുണയ്ക്കുന്ന നിലപാടല്ല ലോകത്ത് എവിടെയും എടുത്തിട്ടുള്ളൂ. എങ്ങനെ പിന്നെ കേരളത്തിൽ മാത്രം ഇവർക്ക് പ്രത്യേകമായിട്ട്, ഇവർ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രത്യേകം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ? ആഗോള കമ്മ്യൂണിസ്റ്റ് നിലപാടിൻ്റെ ഭാഗമല്ലേ ഇവർ? ആണെങ്കിൽ ഇവർ ഇതിനു മുമ്പെടുത്ത നിലപാടുകൾ, ഇനി താങ്കൾ പറഞ്ഞതുപോലെ പരിവർത്തനത്തിന് വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെങ്കിൽ കേരളം ഈ ദിവസങ്ങളിൽ ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ അനാചാരം എന്താണെന്നറിയോ? അക്രമ രാഷ്ട്രീയം, ആൾക്കൂട്ട കൊലപാതകം. അതിനെതിരെ പിണറായി വിജയന്റെ അഭിപ്രായം നമ്മൾ കേട്ടിട്ടുണ്ടോ? ഈ കേരളത്തിലെ പുതു ജനത, പുതിയ ചെറുപ്പക്കാർ മുഴുവൻ ശബ്ദിക്കുന്ന എന്തിനെ കുറിച്ചിട്ടാണ്? അക്രമ രാഷ്ട്രീയത്തിനെതിരെ. 2 ചെറുപ്പക്കാരെ വെട്ടിക്കൊന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. DYFIക്കാരനെ കൊന്ന കേസിലെ വിധി വരുന്നു, യൂത്ത് കോൺഗ്രസ്സുകാരുടെ പെരിയയിലെ കേസിലെ വിധി വരുന്നു. ഇതിനെതിരെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? ഇനി അങ്ങോട്ട് അക്രമ രാഷ്ട്രീയം കേരളത്തിൽ ഉണ്ടാകരുത് എന്നുള്ള ആർജവമുള്ള ഒരു അഭിപ്രായം കേരളം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ വായിൽ നിന്നുണ്ടായിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അനാചാരങ്ങൾക്കെതിരെ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ പരിവർത്തനം നടത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പൊളിറ്റിക്കലായിട്ടുള്ള അനാചാരങ്ങൾക്കെതിരെയാണ് ആദ്യം ഒരു പൊളിറ്റിക്കൽ നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തത്, ഇവിടെ സെബാസ്റ്റ്യൻ പോൾ സാർ പറഞ്ഞത് ആർക്കും അഭിപ്രായം പറയാം. തീർച്ചയായും ശരിയാണ് സാർ, നമുക്ക് ആർക്കും അഭിപ്രായം പറയാം. പക്ഷേ ആ അഭിപ്രായം പറയുന്നത് കൊണ്ട് ഗുണമുണ്ടാകുന്നത് ആർക്കാണ്? കെ സുരേന്ദ്രനെ പോലുള്ള BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനൊക്കെ വീണ്ടും മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് തങ്ങളുടെ സംഘപരിവാർ രാഷ്ട്രീയം ഉണർത്തി പറയുന്ന രീതിയിലുള്ള അവസരം കൊടുക്കുന്ന ആ ഗുണം കിട്ടുന്നത് അവർക്കല്ലേ? അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഗുണമുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇവിടെ അസസുദ്ദീൻ ഒവൈസി നടത്തുന്ന പ്രസ്താവന കൊണ്ട് ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു മുസ്ലിം മതവിശ്വാസിക്ക് ഗുണമുണ്ടായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. പകരം BJPക്കും സംഘപരിവാറിനാണ് ഗുണമുണ്ടാകുന്നത്. ഒവൈസി എല്ലാ പ്രാവശ്യവും പാർലമെന്റിലേക്ക് MP ആയിട്ട് ജയിച്ചു പോകും. അതിനപ്പുറത്ത് ഒരൊറ്റ മുസ്ലിമിന് പോലും ഒരു നീതിയും ഉറപ്പ് നൽകാൻ അദ്ദേഹത്തിന്റെ പ്രസ്താവന കൊണ്ട് സാധിക്കുന്നില്ല. പകരം BJPക്കും സംഘപരിവാറിനാണ് ഗുണം കിട്ടുന്നത്. അപ്പൊ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കൊണ്ട് കേരളത്തിൽ ഗുണമുണ്ടായത് ആർക്കാണെന്ന് ചോദിച്ചാൽ സംഘപരിവാറിന് പരവതാനി വിരിക്കാൻ മാത്രമേ ഗുണമുണ്ടാകൂ. ഇനി അതിനപ്പുറത്ത് ഒരു മന്ത്രി പറയുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതിന് എതിരായിട്ട് വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുള്ള അഭിപ്രായം ഗണേഷ് കുമാർ പറഞ്ഞത് ശരിയായില്ല എന്ന് താങ്കൾ പറയുന്നു. എങ്കിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ക്യാബിനറ്റ് കൂടി യോഗം ചേർന്ന്, മന്ത്രിസഭയുടെ തീരുമാനമല്ലല്ലോ മുഖ്യമന്ത്രി പറഞ്ഞത്, മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു. സ്വാഭാവികമായിട്ടും മന്ത്രി എന്നുള്ള നിലയ്ക്ക് അപ്പുറം വ്യക്തി എന്നുള്ള നിലയ്ക്ക് KB ഗണേഷ് കുമാർ അദ്ദേഹത്തിന്റെ വിശ്വാസി എന്നുള്ള നിലയ്ക്ക് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായം കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞതിന് സമാനമാകുന്നത് യാദൃശ്ചികം മാത്രമല്ലേ? ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുന്നു. നാളെ മറ്റേതെങ്കിലും മന്ത്രി
പറയുമ്പോൾ ചിലപ്പോൾ എതിരായിരിക്കും. വിശ്വാസി അല്ലാത്ത മന്ത്രി മുഖ്യമന്ത്രിയുടെ ഈ ക്യാബിനറ്റിലുണ്ടല്ലോ. ഓരോരുത്തരുടെ അഭിപ്രായം എന്തു വേണമെങ്കിലും പറയാം. പക്ഷേ അഭിപ്രായങ്ങൾ പറഞ്ഞു പോകുന്നവർക്ക് പറഞ്ഞ് കടന്നു പോകാം. വിജയരാഘവൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയല്ലോ, പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധി ജയിക്കുന്നത് മത തീവ്രവാദികളുടെ പിന്തുണ കൊണ്ടാണ്. പ്രിയങ്ക ഗാന്ധിയുടെ റാലിയുടെ മുന്നിലും പിന്നിലുമുള്ളത് ആരാണ് എന്ന് നോക്കിയാൽ മനസ്സിലാകുമെന്ന്. ആളുകളുടെ തലപ്പാവും തൊപ്പിയും നിസ്കാരത്തഴമ്പും കൊന്തയും ബന്ദിങ്ങയും കണ്ട് അല്ലെങ്കിൽ ചന്ദനക്കുറിയും കണ്ട് മതം വേർതിരിച്ച് തീവ്രവാദ ചാപ്പ കുത്തുന്ന വിജയരാഘവന്റെ അഭിപ്രായം എടുത്ത് BJPയുടെ മന്ത്രി അഭിപ്രായം പറഞ്ഞപ്പോൾ ഈ രാജ്യം മുഴുവൻ ഭിന്നിപ്പിനുള്ള ഒരു കാരണം ഇട്ടുകൊടുത്തില്ലേ? അതിന് സമാനമാണ് കേരളത്തിലെ മനുഷ്യരെ വിശ്വാസത്തിന്റെ പേരിൽ ഭിന്നിപ്പിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ആസൂത്രിത ശ്രമം മാത്രമാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ വിഷയത്തെ അഡ്രസ് ചെയ്തുകൊണ്ട് കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് ഒരു അഭിപ്രായം പറഞ്ഞ് താങ്കൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇനി താങ്കൾ പറഞ്ഞ ജാതി സെൻസസ് വന്നാൽ ഇതുപോലെ എതിർക്കുമെന്ന്. ജാതി സെൻസസ് വന്നാൽ ആരും എതിർക്കില്ല. എതിർക്കുന്നവർ ആരാണെന്ന് നമുക്കറിയാം. തീവ്ര സംഘപരിവാറുകാരാണ്. അവരെതിർത്തോട്ടെ. അതിനപ്പുറത്ത് കമ്മ്യൂണിസ്റ്റുകാർക്കും മാർക്സിസ്റ്റുകാർക്കും കോൺഗ്രസ്സുകാർക്കും ഇതല്ലാത്തവർക്കും മുഴുവൻ ആളുകൾക്കും ജാതി സെൻസസിനോട് അനുകൂലമാകുന്നത് എന്തുകൊണ്ടാണ്? ജാതി സെൻസസ് ഒരു മതത്തിനെതിരല്ല. ഈ രാജ്യത്തെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് തുല്യ പങ്കാളിത്തം ഭരണത്തിലും മറ്റ് സൗകര്യങ്ങളിലും മറ്റ് അവകാശങ്ങളിലും കിട്ടണമെന്ന് പറയുന്ന ജാതി സെൻസസിനെ എതിർക്കുന്നത് ആരാ? സംഘപരിവാറുകാർ മാത്രമാണ്. അതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു മതവിശ്വാസികൾ എതിർക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ NSS SNDP എതിർക്കുന്നത് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. NSSും SNDPയും എതിർക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ആ രീതിയിൽ പൊളിറ്റിക്കലായിട്ട് നമുക്ക് അല്ല ജിൻഡോ, ഞാൻ അതിനകത്തൊരു സംശയം ചോദിക്കട്ടെ. ഇപ്പോൾ ഈ സനാതന ധർമ്മത്തെ ഉടച്ചു വാർത്തുകൊണ്ട് ഈ നവമാനവികതയുടെ വിശ്വദർശനമാണ് ഗുരുവിലൂടെ പുറത്തു വന്നത്, പ്രകാശിപ്പിക്കപ്പെട്ടത് എന്ന് പിണറായി വിജയൻ പറയുമ്പോൾ അത് വർണ്ണാശ്രമധർമ്മത്തിൽ അധിഷ്ഠിതമായ സനാതനധർമ്മത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ വിദ്യാഭ്യാസം കേരളത്തിലെ ജനങ്ങൾക്കുണ്ടല്ലോ. അതിനെതിരെയാണ് ഗുരുദേവൻ ശബ്ദിച്ചുകൊണ്ടേയിരുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള വിദ്യാഭ്യാസം നമുക്കില്ലേ? അപ്പോൾ ഈ സനാതനധർമ്മത്തെ വാരിപ്പുണരുകയാണ് ഗുരുദേവൻ ചെയ്തത് എന്ന് പ്രതിപക്ഷ നേതാവ് തിരുത്തുകയും അദ്ദേഹം ഈ സനാതനധർമ്മത്തെക്കുറിച്ച് നടത്തുന്ന പ്രസ്താവനകളൊക്കെ സംഘപരിവാറിന് വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൊത്തക്കച്ചവടക്കാരായി സംഘപരിവാറിനെ അവരോധിക്കുന്നതിന് തുല്യമാണെന്നത് ഒരു ദുർവ്യാഖ്യാനമല്ലേ എന്ന ചോദ്യം ഞാൻ ആവർത്തിച്ച് ചോദിക്കുകയാണ്. കാരണം ഈ വർണ്ണാശ്രമധർമ്മത്തിൽ അധിഷ്ഠിതമായ സനാതനധർമ്മം എന്നത് നമ്മൾ അംഗീകരിക്കുന്ന ഒന്നാണോ ശ്രീ ജിൻഡോ? കോൺഗ്രസ് അംഗീകരിക്കുന്ന ഒന്നാണോ? തീർച്ചയായിട്ടും വർണ്ണാശ്രമ ധർമ്മത്തെ കോൺഗ്രസ് ഒരു കാലത്തും പിന്തുണച്ചിട്ടില്ലല്ലോ. ഒരു കാലത്തും പിന്തുണച്ചിട്ടില്ല എന്ന് മാത്രമല്ല, പിന്തുണയ്ക്കുമില്ല. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപകൽപ്പന നൽകാൻ വേണ്ടിയിട്ട് മുൻപന്തിയിൽ നിന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇതിനെ നമ്മൾ കാണേണ്ടത് ഈ സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സംഘപരിവാറുകൾ എടുത്ത് പ്രയോഗിക്കുന്ന, അവർ പ്രചരിപ്പിക്കുന്ന അവിടെ നിന്ന് തുടങ്ങരുത്. ഇതിന്റെ ആരംഭം തൊട്ട് തുടങ്ങണം. കേരളത്തിൽ കുറെ കാലം മുമ്പല്ലേ, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തല്ലേ യോഗ, ഇന്റർനാഷണൽ യോഗ ഡേയുടെ അന്ന് യോഗ എന്തോ വലിയ പ്രശ്നമുള്ള കാര്യമാണെന്ന് പറയുന്നത്. യോഗ മതങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ സംഭവമാണ്. യോഗ എന്താണെന്ന് അറിയാത്ത ആളുകളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അന്നത്തെ KK ശൈലജ എന്ന് പറഞ്ഞ ആരോഗ്യവകുപ്പ് മന്ത്രിയൊക്കെ അഭിപ്രായം പറയും നമ്മൾ കേട്ടിട്ടുണ്ട്. യോഗ എന്താണെന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നില്ല. അത് ഏതെങ്കിലും സംഘപരിവാറിന്റെ ഏജന്റുമാരായിട്ടുള്ള ആളുകൾ പറയുന്നത് കൊണ്ട് യോഗ സംഘപരിവാറിന്റെ ആയിട്ട് നമ്മൾ അങ്ങ് കൊടുക്കുകയാണ്. വന്ദേ മാതരം സംഘപരിവാറിന് വിട്ടുകൊടുക്കുകയാണ്. ഭാരത് മാത എന്നുള്ള മുദ്രാവാക്യം സംഘപരിവാറിന് വിട്ടുകൊടുക്കുകയാണ്. ഭാരത് മാത എന്നുള്ള മുദ്രാവാക്യത്തിന് ഏറ്റവും വൃത്തിയിൽ ഏറ്റവും വിസ്തൃതമായിട്ടുള്ള ഡെഫിനിഷൻ കൊടുത്തത് ജവഹർലാൽ നെഹ്റുവാണ്. ഇതൊക്കെ മറന്നുകൊണ്ട് നമ്മൾ ഈ സനാതന ധർമ്മം എന്നൊക്കെ പറയുമ്പോൾ ഈ സനാതന ധർമ്മത്തിനകത്ത്, നമ്മൾ ഈ പറയുന്ന സനാതനധർമ്മം, സോ കോൾഡ് സനാതനധർമ്മത്തിനകത്ത്, അതിനകത്ത് നവോത്ഥാനം കൊണ്ടുവരാൻ ശ്രമിച്ച നവോത്ഥാന ശില്പിയായിട്ടുള്ള ഗുരുദേവനെ എങ്ങനെയാണ് അതിലേക്ക് കോട്ട് ചെയ്യുന്നത്? മിസ്കോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പൂർണ്ണമായ അർത്ഥത്തിലാണ് പറയുന്നത്. PD സതീശൻ പറഞ്ഞത് അത് തന്നെയാണ്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അത് തന്നെയാണ്, മുൻ പ്രതിപക്ഷ നേതാവ് പറയുന്നത് അത് തന്നെയാണ്. വിശ്വാസങ്ങളിൽ, ആചാരങ്ങളിൽ, മതപരമായ കാര്യങ്ങളിൽ അഭിപ്രായം പറയുമ്പോൾ അത് ആർക്കും മുറിവേൽക്കാത്ത രീതിയിൽ, അത് കുറെ കൂടി പൊതുജനത്തിന്റെ ഇടയ്ക്ക് ഭിന്നിപ്പുണ്ടാക്കാത്ത രീതിയിൽ പറയാൻ ഒരു രാഷ്ട്രീയ നേതാവ് ശ്രമിക്കണം, ഭരണകർത്താവ് ശ്രമിക്കണം. അല്ലെങ്കിൽ നരേന്ദ്രമോദിയും പിണറായി വിജയൻ തമ്മിൽ വ്യത്യാസമില്ല എന്ന് പറയുന്നത് സാധൂകരിക്കുന്ന ശ്രീ എ സജീവൻ, സനാതനധർമ്മത്തെ കുറിച്ച് മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങൾ BJP നേതാക്കൾ കാണുന്നത് ഹിന്ദുമതത്തെ അവഹേളിക്കാൻ നടത്തിയ നീക്കങ്ങൾ എന്ന നിലയിലാണ്. അങ്ങനെയാണെങ്കിൽ ഹിന്ദുമതത്തിന്റെ ആചാര സംരക്ഷകർ, ഹിന്ദുമത വിശ്വാസികളുടെ സംരക്ഷകർ, അവരുടെ പടനായകർ എന്ന ഒരു റോൾ പ്ലേ ചെയ്യാൻ വേണ്ടിയാണോ ഇപ്പോൾ ഇത്ര വലിയൊരു എതിർപ്പ് പിണറായി വിജയന്റെ അഭിപ്രായ പ്രകടനത്തിനെതിരെ ഉയർന്നു വരുന്നത്? അതല്ല, സെബാസ്റ്റ്യൻ പോൾ സാർ പറഞ്ഞതുപോലെ ഈ നാടിൻ്റെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ CPMന്റെ ഉന്നത നേതാവ്, അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായ പ്രകടനം ഇവിടെ നടക്കുന്ന ഒരു സാമൂഹിക പ്രശ്നം എന്ന നിലയിൽ, അദ്ദേഹം ഒരു സാമൂഹിക ഇടപെടൽ എന്ന തരത്തിലൊരു അഭിപ്രായ പ്രകടനം നടത്തിയത് ഇങ്ങനെ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം ഉണ്ടാക്കുന്നു എന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ KB ഗണേഷ് കുമാർ നടത്തിയ അഭിപ്രായ പ്രകടനമാണെങ്കിലും, അതല്ല VD സതീശനും K മുരളീധരനും ഇന്ന് പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും ഒക്കെ, അതിനെല്ലാം ഒരു
ഹിന്ദു മതവിശ്വാസത്തിൻ്റെ സംരക്ഷകർ എന്ന ഒരു ലേബൽ അവർക്ക് ചാർത്തി കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ വി മുരളീധരനൊക്കെ അന്ന് പറഞ്ഞത് ഇതര ഇസ്ലാം മതവിശ്വാസികളെക്കുറിച്ചോ ക്രൈസ്തവ വിശ്വാസികളെക്കുറിച്ചോ അവരുടെ ആചാരങ്ങളെക്കുറിച്ചോ ഒക്കെ ഇടപെടാൻ ധൈര്യം കാണിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഈ അഭിപ്രായ പ്രകടനത്തെ അവർ നേരിട്ടത്. എന്തുകൊണ്ടാണ് കേരളീയ സമൂഹത്തിൽ ഇങ്ങനെ ഒരു ഇടപെടൽ ആവശ്യമായി വരുന്നത്? തീർച്ചയായിട്ടും അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താണ് സനാതന ധർമ്മം, അത് എപ്പോഴാണ് ഉണ്ടായതിനെ കുറിച്ചുള്ള വിവരക്കേടാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അറിയില്ല, ബാക്കി പല ആളുകൾക്കും അറിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ജിൻഡോ തന്നെ ഇവിടെ പറഞ്ഞില്ലേ, ഈ ഹിന്ദു മതത്തിനകത്ത് അല്ലെങ്കിൽ സനാതന ധർമ്മത്തിനകത്ത് നവോത്ഥാനം ഉണ്ടാക്കിയ ആളാണ് ശ്രീനാരായണ ഗുരു എന്ന്. അദ്ദേഹം അവസാന ഘട്ടത്തിൽ പറഞ്ഞ കാര്യം എന്താണ്? നാം ഈ അദ്ദേഹം ഉപയോഗിച്ച വാക്ക്, അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നാം എന്നാണ് പറയാറ്. നാം ജാതിയും മതവും ഒക്കെ ഉപേക്ഷിച്ചിട്ട് എത്രയോ കാലമായി, പക്ഷേ ഇപ്പോഴും ചിലർ എന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ചില ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പത്രപരസ്യം കൊടുത്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. അതായത് SNDP യോഗവുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചായിട്ട് പത്രപരസ്യം കൊടുത്തിട്ടുണ്ട്. ഈ അന്നത്തെ SNDP യോഗത്തിൻ്റെ ആളുകളെ ഉള്ള എതിർപ്പ് കാരണം താൻ പറഞ്ഞതല്ല അവരും ഇതേപോലെ ഈ ഹിന്ദു മതത്തിനകത്തേക്ക് കൊണ്ടുപോയിട്ട് ഗുരുവിനെ കെട്ടാൻ ഉള്ളൊരു ശ്രമത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് ആ സമയത്ത് ആദ്യം തമിഴ്നാട്ടിലേക്കും പിന്നീട് ശ്രീലങ്കയിലേക്കും നാടുവിട്ടയാളാണ് ശ്രീനാരായണ ഗുരു. അവസാനം അദ്ദേഹത്തിന് അസുഖം വന്നിട്ടാണ് തിരിച്ചു വന്നിട്ടുള്ളത്. അപ്പം മരണത്തിൻ്റെ ഒരു കുറച്ച് ഘട്ടത്തിലാണ് അദ്ദേഹം തിരിച്ചു വന്നിട്ടുള്ളത്. ഇങ്ങനെ ശ്രീനാരായണ ഗുരു വളരെ രൂക്ഷമായിട്ട് നാം ഒരു പ്രത്യേക ജാതിയുടെയോ ഒരു പ്രത്യേക മതത്തിൻ്റെയോ ആളല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ട് അതൊക്കെ തമസ്കരിക്കുന്ന പരിപാടിയാണ്. വളരെ കൃത്യമായിട്ട് തമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ സനാതനധർമ്മം എന്ന് പറയുന്നത് ഏത് ഘട്ടത്തിലാണ് ഈ സനാതനധർമ്മം എന്ന് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്? നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ ഒരു സനാതനധർമ്മവും പറഞ്ഞിട്ടില്ലല്ലോ. സനാതനധർമ്മം എന്ന രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന ആര്യാധിനിവേശത്തിന് മുമ്പേ ഉണ്ടായിരുന്ന എല്ലാവർക്കും എല്ലാ മതങ്ങളും എല്ലാ വിശ്വാസവും ആചരിക്കാം. ഒരാൾ വേറൊരു കാര്യത്തിൽ ഭരണകൂടം അതിൽ ഇടപെടില്ല എന്നുള്ള ഒരു രീതിയുണ്ട്. അത് അക്കാലത്ത് ഇവിടെ ഹിന്ദുമതം ഉണ്ടായിരുന്നില്ല, ആര്യാധിനിവേശം ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഈ ചാതുർവർണ്ണ്യം ഇവിടെ വരുന്നത്. ചാതുർവർണ്ണ്യം എന്ന് ഇപ്പോൾ പറയുമ്പോൾ ഈ 4 വർണ്ണത്തിന് അപ്പുറത്തുള്ള ആളുകൾ പിന്നെ ഏതിൽ പെടും എന്നൊരു ചോദ്യം അംബേദ്കർ ചോദിച്ച ഒരു ചോദ്യം ഉണ്ടല്ലോ. ആ ചോദ്യത്തിന് ഉത്തരം മുട്ടിയപ്പോഴാണ് സനാതനധർമ്മം എല്ലാവരും കൂടി ഒന്നാണെന്ന് പറയുന്നത്. അടുത്ത ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സാമൂതിരി ഇവർ ഹിന്ദുക്കളല്ല എന്ന് പറഞ്ഞ, അവർണന്മാർ ഹിന്ദുക്കളല്ല എന്ന് സാമൂതിരി പറഞ്ഞ, സാമൂതിരിയെ കൊണ്ട് പറയിപ്പിച്ച ആളുകൾ, ആ ആളുകളുടെ പക്ഷത്തേക്കാണ് ഇപ്പോൾ ഗുരുവിനെ പോലും കൊണ്ടുപോയി കെട്ടുന്നത്. അതിനേക്കാളൊക്കെ പുറത്ത് നേരത്തെ ജിൻഡോക്കുള്ള ഒരു മറുപടി ഞാൻ നേരത്തെ കൈ ഉയർത്തിയിരുന്നു അദ്ദേഹം പറഞ്ഞപ്പോൾ. ജിൻഡോ പറഞ്ഞതിനോട് നമുക്ക് വേണ്ട ചോദിക്കാം, വിശ്വാസികൾ ഇത് തീരുമാനിക്കട്ടെ എന്ന്. പക്ഷെ അതല്ലല്ലോ ഗണേഷ് കുമാർ പറഞ്ഞുള്ളത്. ഗണേഷ് കുമാറും അതേപോലെ തന്നെ മുരളീധരൻ പറയുന്നത് ഇക്കാര്യങ്ങൾ തന്ത്രിമാർ തീരുമാനിക്കും. തന്ത്രിമാർ തീരുമാനിച്ചിരുന്ന, അവർ നടപ്പാക്കിയിരുന്ന ഒന്നിനെയാണ് ഇവിടെ ഈ മന്നത്ത് പത്മനാഭൻ ഉൾപ്പെടെയുള്ള ആളുകൾ എതിർത്തത്. കാരണം ബാക്കിയുള്ള ആളുകളാരും ക്ഷേത്രത്തിൽ കയറേണ്ടത് പറഞ്ഞു. ഇപ്പോൾ തന്ത്രിമാർക്ക് ഇതിലൊരു അവകാശവുമില്ല. തന്ത്രിമാർ വിശ്വാസികൾ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞ് വേണമെങ്കിൽ അതിനൊരു ന്യായീകരിക്കും. പക്ഷേ ഞാൻ ചോദിക്കട്ടെ ജിൻഡോ, ഇവിടെ ഒരു രാഷ്ട്രപതിയോട് നിങ്ങൾ ഒരിക്കൽ പോലും ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ആഘോഷ ചടങ്ങിലേക്ക് പോകരുതെന്ന് പറയാൻ ധൈര്യം കാണിച്ച അവിശ്വാസിയായ ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ടായിരുന്നു, ജവഹർലാൽ നെഹ്റു. അത് തെറ്റാണെന്ന് നിങ്ങൾ പറയുമോ? അതായത് ഒരിക്കൽ പോലും ഈ ഭരണകൂടത്തിലിരിക്കുന്ന ആളുകൾ ഇത്തരത്തിൽ കാര്യങ്ങൾ, ഈ സാമുദായിക കാര്യങ്ങളിലോ അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങളിലോ ക്ഷേത്ര കാര്യങ്ങളിലോ ഒക്കെ കയറി ചെന്നിട്ട് ആളാവരുത് എന്ന് ശക്തമായി പറഞ്ഞ ഒരു അവിശ്വാസിയായിട്ടുള്ള ആളുടെ അദ്ദേഹം വിശ്വാസിയായിട്ടില്ലല്ലോ. ഇപ്പോൾ മുരളീധരനും ഗണേഷ് കുമാറും പറയുന്നത് തന്ത്രിമാർ പറയട്ടെന്ന. താങ്കൾ പറഞ്ഞ വിശ്വാസി എന്നതിനോട് പോലും വേണമെങ്കിൽ എനിക്ക് യോജിപ്പില്ലെങ്കിൽ അത് അംഗീകരിക്കാം. പക്ഷേ ഈ തരത്തിൽ ഗണേഷ് കുമാർ പറഞ്ഞ ഈ വാചകമുണ്ടല്ലോ, അത് അങ്ങേയറ്റം പ്രതിലോമകരമാണ്. മന്നത്ത് പത്മനാഭൻ ഇപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ ഇവർക്കുള്ള മറുപടി കൊടുക്കുമായിരുന്നു. എൻകൗണ്ടർ പ്രൈം തുടരുന്നു. സെബാസ്റ്റ്യൻ പോൾ സാർ, ഈ സനാതനധർമ്മത്തെക്കുറിച്ചുള്ള ചർച്ചകളായാലും അതല്ല ക്ഷേത്രാചാരങ്ങളിൽ കാലോചിതമായ മാറ്റങ്ങൾ വേണമോ എന്നത് സംബന്ധിച്ചിട്ടുള്ള സംവാദങ്ങളായാലും കേരളത്തിൽ ആത്യന്തികമായി ആരായിരിക്കും ഇതിൻ്റെയൊക്കെ രാഷ്ട്രീയ ഗുണഭോക്താക്കൾ? അതിൻ്റെ രാഷ്ട്രീയ ഗുണഭോക്താക്കൾ ആര് എന്നതിനേക്കാൾ ആർക്കാണത് അപകടം ചെയ്യാൻ പോകുന്നത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മൾ ഈ ചാതുർവർണ്ണ്യത്തിൻ്റെതായ ഒരു അവസ്ഥ ഉണ്ടായിരുന്നല്ലോ.
അവിടെ നിന്ന് ആ ചാവുനിലങ്ങളിൽ നിന്ന് നമ്മൾ മനുഷ്യനെ ഉയർത്തിയെടുത്ത് അവന് അന്തസ്സ് നൽകി സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പാഠം പഠിപ്പിച്ചു. അങ്ങനെയാണല്ലോ നമ്മളൊരു പുതിയ റിപ്പബ്ലിക് ആയി മാറിയത്. ഇവിടെ ഇപ്പോൾ ഈ റിപ്പബ്ലിക്കിൻ്റെ ഭരണഘടനയുടെ 75 വർഷം ആകുമ്പോൾ ഇവിടെ ഇപ്പോൾ വരുന്ന ചിന്ത എന്താണ്? നമ്മൾ ചാതുർവർണ്ണയത്തിലേക്ക് പോവുകയാണ്. അതാണല്ലോ ഈ ഏത് വാക്കുപയോഗിച്ചാലും ഏത് പേരുപയോഗിച്ചാലും അത് പറയുന്നവർ, അതിനെ പ്രൊമോട്ട് ചെയ്യുന്നവർ. സനാതനധർമ്മം എന്ന വാക്ക് കേട്ടാൽ ആരും അതിനെ വിമർശിക്കാൻ പാടില്ല എന്നൊരവസ്ഥ വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ആർക്കാണ് പ്രയോജനം എന്നത്, അത് രാഷ്ട്രീയമായ പ്രയോജനത്തെക്കുറിച്ചാണ് ഉത്തരം. അതിനേക്കാൾ ഉപരിയായി ഈ രാജ്യത്തെ മനുഷ്യന്, സാമാന്യ ജനങ്ങൾക്ക്, ജനതയ്ക്ക്, വി ദ പീപ്പിൾ എന്ന് അഭിമാനപൂർവ്വം ഭരണഘടന പറയുന്ന ആ ജനം, അവരെയല്ല അത് ബാധിക്കുന്നത്. അതുകൊണ്ട് ചാതുർവർണ്ണയത്തിൻ്റെ മഹിമയെക്കുറിച്ചോ അതിൻ്റെ പൗരാണികതയെക്കുറിച്ചോ അല്ല ചർച്ച നടത്തേണ്ടത്. ചാതുർവർണ്ണയം ഉൾക്കൊള്ളുന്ന, അതിലടങ്ങിയിരിക്കുന്ന ഏറ്റവും വലിയ സാമൂഹിക തിന്മ, വിപത്ത്, അതാണ് ചാതുർവർണ്ണയം എന്ന് പറയുന്നത്. ആ വർണ്ണാശ്രമ വ്യവസ്ഥ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയുന്നവർ അവർ തന്നെയാണ് നമ്മുടെ ഈ ഭരണഘടന മാറ്റി മനുസ്മൃതിയിൽ അധിഷ്ഠിതമായ ഭരണഘടന വേണമെന്ന് പറയുന്നവർ തന്നെയാണ്. അതുകൊണ്ട് അവരുടെ അഭിപ്രായത്തെ ഭയന്നോ അല്ലെങ്കിൽ അവർക്ക് രാഷ്ട്രീയമായി മെച്ചമുണ്ടാകും എന്ന് കരുതിയോ ആ വിഷയത്തെ, മൗലികമായ ആ വിഷയത്തെ സ്പർശിക്കാതെ പോകണം എന്ന് ആര് പറഞ്ഞാലും അത് അംഗീകരിക്കാൻ കഴിയില്ല. ജിൻഡോ? അല്ല, എനിക്ക് അതിലൊരു അഭിപ്രായ വ്യത്യാസമുള്ളത് എന്താണെന്നറിയോ? ഒന്ന്, സനാതന ധർമ്മത്തെയും വർണ്ണാശ്രമ ധർമ്മത്തെയും നമ്മൾ രണ്ടായിട്ട് കാണണമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഒന്ന്, ഈ സനാതന ധർമ്മം ഈ രാജ്യത്തിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. വർണ്ണാശ്രമ ധർമ്മം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണിക് പൗരോഹിത്യം ഈ രാജ്യത്തെ ജനങ്ങളിൽ അടിച്ചേൽപ്പിച്ച ചാതുർവർണ്ണയത്തിൻ്റെ കാര്യമാണ്. ഇതൊരു കാലഘട്ടത്തിന് ശേഷം വരുന്നതാണ്. ഈ രാജ്യത്തിൻ്റെ പൗരാണിക ചരിത്രം തൊട്ട് ഇങ്ങോട്ട് പരിശോധിച്ചാൽ നമുക്കിത് മനസ്സിലാവും. ഇത് രണ്ടിനെയും കൂട്ടിക്കെട്ടി പറയുമ്പോഴാണ് ഇതിൽ അപകടം. അത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞു കൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അക്കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞത്. ഇനി ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറഞ്ഞാൽ പറഞ്ഞോട്ടെ, ഈ ജിൻഡോ ഒറ്റ കാര്യം, ജിൻഡോ ഇവിടെ വിശേഷിപ്പിച്ച സനാതന ധർമ്മം എന്നത് രാജ്യമെന്ന നിലയിൽ ഇന്ത്യ അതിന്റെ അതിരുകൾ നിശ്ചയിച്ച് രൂപപ്പെടുന്നതിന് മുമ്പേ ഉണ്ടായതാണ്. അതെ അതെ അല്ല, ഞാൻ അങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചത്. അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, അത് അങ്ങനെ തന്നെയാണ്. പക്ഷേ സംഘപരിവാറുകാർ എടുത്ത് പറയുന്ന ധർമ്മം അത് വർണ്ണാശ്രമ ധർമ്മമാണ്. നമ്മൾ അതിനെ എതിർക്കുന്നെങ്കിൽ അതേ ടേം തന്നെ ഉപയോഗിക്കണം. സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ അത് എല്ലാത്തിനെയും കൂടി കൂട്ടിക്കുഴച്ച് പറയുമ്പോൾ അത് അപകടം ചെലുത്തുന്ന ഒരു അഭിപ്രായമാണ്. അതിൽ അപകടം തിരിച്ചറിഞ്ഞത് കൊണ്ട് വേണം നമ്മൾ അഭിപ്രായം പറയാൻ. പിന്നെ ജാതിയും മതവും ഉപേക്ഷിച്ച ഗുരുവിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ജാതിയും മതവും ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ആ വർണ്ണാശ്രമത്തെ അദ്ദേഹം പരിഷ്കരിക്കുകയാണ്, സ്വയം പരിഷ്കരിക്കുകയാണ്. നവോത്ഥാനം നടത്തുന്ന അങ്ങനെയല്ലേ? അദ്ദേഹം അതെല്ലാം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ പുതിയൊരു സന്ദേശമല്ല ഈ സമൂഹത്തിന് കൊടുക്കുന്നത്. ഭ്രാന്താലയം എന്ന് വിളിക്കപ്പെട്ട കേരളത്തിൽ പുതിയൊരു സന്ദേശം നൽകുന്നത് എങ്ങനെയാ? ജാതിയും മതവും ഉപേക്ഷിച്ചുകൊണ്ടാണ് ഗുരുദേവൻ ആ സന്ദേശം നൽകുന്നത്. അതിനെയാണ് നമ്മൾ എടുത്തണിയേണ്ടത്. അതിന് പകരം സംഘപരിവാറുകാർ എടുത്ത് പ്രയോഗിക്കുന്ന ആ പ്രയോഗങ്ങൾക്ക് കുറെ കൂടി അഗ്നി പകരുന്ന രീതിയിലുള്ള പ്രസ്താവന മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് വന്നത് മുഖ്യമന്ത്രി പറഞ്ഞത് അങ്ങനെ ഒരു മതത്തിന്റെ നേതാവാക്കാൻ ഗുരുദേവനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു, അതിനെതിരെ ജാഗ്രത വേണം എന്നല്ലേ അദ്ദേഹം പറഞ്ഞത്. അതായത് സനാതന ധർമ്മത്തിൻ്റെ വക്താവായും മതത്തിൻ്റെ നേതാവായും ഗുരുദേവനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന നീക്കങ്ങൾക്കെതിരെ ജാഗ്രത വേണം എന്നല്ലേ മുഖ്യമന്ത്രിയും പറഞ്ഞത്. അത് വർണ്ണാശ്രമത്തിൽ അധിഷ്ഠിതമായ സനാതന ധർമ്മത്തെക്കുറിച്ചല്ലേ? അതുകൊണ്ടല്ലേ മാനവികത എന്ന വിശ്വദർശനമാണ് ഗുരുവിലൂടെ പ്രകാശിപ്പിക്കപ്പെട്ടതെന്ന് അതിനൊരു വിശദീകരണം പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലുണ്ടായത്. അല്ല, ഞാൻ അതിൽ ഈ വിശദീകരണത്തിൻ്റെ ഒക്കെ പ്രശ്നം വരുന്നത് എപ്പോഴാണ്? കുറേ കഴിഞ്ഞല്ലേ, മണിക്കൂറുകൾക്ക് ശേഷമല്ലേ. അദ്ദേഹത്തിൻ്റെ ഹിന്ദു പത്രത്തിൽ കൊടുത്ത ഇൻ്റർവ്യൂ പോലെ തന്നെയാണ് ഇത്. ആളുകൾ ഇതെല്ലാം എടുത്ത് പ്രയോഗിച്ച് ഭിന്നിപ്പിനുള്ള സകല വഴികളും ഒരുക്കി കൊടുത്തതിന് ശേഷം അദ്ദേഹം വിശദീകരിക്കുമ്പോഴത്തേനും ഒരുപാട് സമയം കഴിഞ്ഞു പോയെന്നേ. അവിടെ ഞാൻ പറയുന്നത് എന്തിനാണ് എതിർക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ നമ്മൾ ഒരു അമ്പ് ചെയ്താൽ ആ അമ്പ് കൊള്ളുന്നത് എവിടെയാണെന്നോ അത് എങ്ങനെയാണെന്നോ സമൂഹത്തിൽ എത്തരത്തിലാണ് ആളുകൾക്കിടയിൽ ഭിന്നിപ്പ് വരുന്നതെന്ന് മനസ്സിലാക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഇനി നെഹ്റു അന്നത്തെ പ്രസിഡന്റിനെ തിരുത്തി എന്ന് പറയുന്നു. നെഹ്റു തിരുത്തിയത് കറക്റ്റാണ്. ഈ രാഷ്ട്രത്തിന്റെ ഭരണകർത്താക്കൾ ഭരണം നിർവഹിക്കണം, മുഴുവൻ ആളുകൾക്കും തുല്യ അവകാശങ്ങൾ ഉറപ്പ് നൽകുന്ന ഭരണം നിർവഹിക്കണം, വിശ്വാസികൾ വിശ്വാസപരമായിട്ടുള്ള ആചാരങ്ങൾ നടത്തണം. നെഹ്റു വിശ്വാസി അല്ലായിരുന്നു, അതുകൊണ്ട് വിശ്വാസ കാര്യങ്ങളിൽ അദ്ദേഹം ഒരിക്കലും ഇടപെട്ടിരുന്നില്ല എന്ന് വെച്ച് ഇന്ത്യൻ പ്രസിഡന്റ് ഒരു അമ്പലത്തിന്റെ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് പോകണമെന്ന് പറഞ്ഞാൽ ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം തിരുത്തും. കാരണം ഭരണകർത്താക്കൾ ഭരണമാണ് നടത്തേണ്ടത്. ഭരണകർത്താക്കൾ മതപരമായിട്ടുള്ള വിശ്വാസപരമായിട്ടുള്ള ആഭ്യന്തര കാര്യങ്ങളിൽ അഭിപ്രായം പറയുമ്പോൾ അത് ആർക്ക് ഗുണമാകും എന്നുള്ള തിരിച്ചറിവ് നെഹ്റുവിന് അന്നുണ്ടായി. അത് ഇന്ന് പിണറായി വിജയൻ ഇല്ലാതെ പോയി. സജീവൻ സാർ? അല്ല, ജിൻഡോ പറയുന്നത് തെറ്റ. കാരണം
നെഹ്റു ഇതൊക്കെ പറഞ്ഞെങ്കിൽ പോലും രാജേന്ദ്ര പ്രസാദ് ആ പരിപാടിക്ക് പോയിരുന്നു. അദ്ദേഹം അവിടെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷമുള്ള നെഹ്റു ഒഴികെയുള്ള നല്ലൊരു ശതമാനം അന്നത്തെ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാവരും ഇന്നത്തെയും ഇതേപോലെ ഈ പറയുന്ന രൂപത്തിലുള്ള ഈ വർണ്ണാശ്രമ ധർമ്മം ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ ആളുകളാണ്. ഹിന്ദുത്വം എന്ന് പറയുന്നതിൻ്റെ ഭാഗം തന്നെയാണ് അത് നമ്മൾ ഈ സനാതന ധർമ്മം പണ്ടേ ഉണ്ടായിരുന്നത്. ഞാൻ ഈ ചരിത്രം പഠിച്ചിട്ടുണ്ട്, ഈ മതങ്ങളെക്കുറിച്ചും നന്നായി പഠിച്ചുള്ള ഒരാളാണ്. ഒരു കാലത്തും ഇവിടെ അങ്ങനെ ഒരു പേരിൽ ഒരു സംഭവം അറിയപ്പെട്ടിട്ടില്ല. അക്കാലത്ത് 10-27 ഈ ശ്രമണ സംഘങ്ങൾ ഉണ്ടായിരുന്നു. അവരൊക്കെ തങ്ങളുടെ അഭിപ്രായങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പറഞ്ഞത്. ജനങ്ങൾ ചില ആളുകൾ കേട്ടു, ചില ആളുകൾ അതിന് പിന്നാലെ പോയി. ആരും ഒരു സംഭവത്തെയും എതിർത്തിരുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്ന കാലത്തെക്കുറിച്ച് നമുക്ക് ഒരു മതത്തെയും പ്രീണിപ്പിക്കാതെ ഒരു മതത്തിൻ്റെയും പിന്നാലെ ഭരണാധികാരികൾ പോവാത്തൊരു കാലം ഉണ്ടായിരുന്നു. പിന്നീട് ഇതെല്ലാം തകർത്തത് ഈ വർണ്ണാശ്രമ ധർമ്മമാണ്. ആര്യാധിനിവേശത്തിന് ശേഷം ഉണ്ടായ കാര്യമാണ്. ആ സംഭവത്തെയാണ് ഇപ്പോൾ അതിന് പിന്നീട് ഇപ്പോൾ ഒരു പേര് കൊടുത്തുകൊണ്ട് ഹിന്ദുത്വം എന്ന് പോലും പറയാതെ സനാതന ധർമ്മം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു കോഴിക്കോട് സർവകലാശാലയിൽ ഇതിൻ്റെ ഒരു പീഠമൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാക്കി തീർത്തിട്ട് നിൽക്കുന്നതിനെ പൊളിച്ചപ്പോൾ ഈ ശ്രീനാരായണ ഗുരു പറഞ്ഞ് ഇതല്ല, അദ്ദേഹം മതാതീതനായിട്ട് നിന്നൊരാളാണെന്ന് പറഞ്ഞപ്പോൾ ജാതി നിയമം മൂലം നിരോധിക്കണമെന്ന് പറഞ്ഞ ആളാണെന്ന് പറയുമ്പോൾ അതിനെ എതിർക്കുന്നുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രി പോട്ടെ, സച്ചിദാനന്ദ സ്വാമിയാണല്ലോ ആദ്യം പറഞ്ഞിട്ടുള്ളത്. സച്ചിദാനന്ദ സ്വാമി പറഞ്ഞ കാര്യത്തിൻ്റെ പേരിൽ അതിന് പിന്നാലെ പോവുകയാണല്ലോ മുഖ്യമന്ത്രി ചെയ്തില്ല. അങ്ങനെ വരുമ്പോൾ പല ആൾക്കും പൊള്ളിയിട്ടുണ്ട്. അതിൻ്റെ പിന്നാലെ കോൺഗ്രസ്സുകാർ പോകരുത്. പൊള്ളുന്ന ആളുകൾ ഈ ഹിന്ദുത്വം നിലനിർത്തണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണ്. അതിൻ്റെ പിന്നാലെ പോയിട്ട് കെ മുരളീധരനും പിന്നെ കെ.ബി. ഗണേഷ് കുമാറും അദ്ദേഹത്തിന് താല്പര്യം എന്ന് പറഞ്ഞാൽ എന്നിട്ട് ഈ തന്ത്രിമാർ തീരുമാനിക്കണമെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിവിടെ നടക്കുന്ന കാര്യമല്ല എന്ന് പരസ്യമായി പറയേണ്ടി വരും. ശരി, ഏതായാലും ഈ വിഷയത്തിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന പ്രതികരണങ്ങളുടെ സ്വഭാവം എന്തായിരിക്കും? കെ.ബി. ഗണേഷ് കുമാർ പരസ്യമായി നടത്തിയ ഈ അഭിപ്രായ പ്രകടനങ്ങളുടെ രാഷ്ട്രീയ മാനങ്ങൾ എന്താണ്? അതിന് മറ്റ് പല രാഷ്ട്രീയ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടോ? ഈ കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ വരും ദിവസങ്ങളിലെ ചലനങ്ങളിൽ നിന്നായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ പ്രൈം ഇവിടെ പൂർത്തിയാവുകയാണ്.